Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റേണൽസിന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ പാർട്ട് വെറും 2 ദിവസം മുന്നായിട്ട്, അതുകൊണ്ട് റീക്യാപ്പ് പെട്ടെന്ന് പറയാം. ആരിഷം എന്ന് പറയുന്ന സെലസ്റ്റിയൽ ഒളിമ്പിയ ഗ്രഹത്തിലെ വീരമായിട്ടുള്ള ഇറ്റേണൽസ് എന്ന് പറയുന്ന 10 പേരെ ഡോമ എന്ന് പറയുന്ന സ്പേസ് ഷിപ്പിൽ 7000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലെ മറ്റുള്ള ജീവികളെയും പ്രത്യേകിച്ച് മനുഷ്യരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഡീവിയൻസിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇറ്റേണൽസിനെ ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യരാശിയുടെ വികസനത്തിലും വളർച്ചയിലും ഇറ്റേണൽസ് പലപ്പോഴായിട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന 10 ഇറ്റേണൽസിന്റെ സൂപ്പർ പവറുകളെ പറ്റിയും നമ്മൾ കഴിഞ്ഞ പാർട്ടി പറഞ്ഞിരുന്നു. ഇവരുടെ ലീഡർ ആയിട്ടുള്ള പ്രൈം ഇറ്റേണലാണ് എജാക്കിന് മാത്രമാണ് അരിഷത്തിനോട് സംസാരിക്കാൻ പറ്റൂ. അവളുടെ ഉള്ളിലുള്ള ഗോൾഡൻ ബോൾ ഉപയോഗിച്ച് പ്രസന്റ് ഡേയിലേക്ക് വരുമ്പോൾ ഇറ്റേണൽസ് എല്ലാവരും ഭൂമിയുടെ പല ഭാഗങ്ങളിലാണ് ജീവിക്കുന്നത്. സെർസി എന്ന് പറയുന്ന ഇറ്റേണൽ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ടീച്ചറാണ്. അവളുടെ ബോയ് ഫ്രണ്ട് ആണ് ഡെയിൻ വിറ്റ്മാൻ. സ്പ്രൈറ്റും സെർസി ഒരുമിച്ചാണ് ജീവിക്കുന്നത്. സ്പ്രൈറ്റിന് പ്രായമാവാത്തതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും കുട്ടിയെ പോലെയാണ്. പക്ഷെ അവൾക്കും വേറെ എല്ലാവരെയും പോലെ റിലേഷൻഷിപ്പ് വേണമെന്നും ഒരു കുടുംബം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സെർസിക്ക് വസ്തുക്കളെ രൂപമാറ്റം വരുത്താൻ സാധിക്കും. ഒരു ദിവസം 3 പേരെയും പെട്ടെന്നൊരു ഡീവിയന്റ് ആക്രമിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവർ ഡീവിയൻസിനെയൊക്കെ ഇല്ലാതാക്കിയെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു ഡീവിയൻ തിരിച്ചു വന്നവരെ ആക്രമിച്ചു. ഈ വട്ടം മനുഷ്യരെ ആക്രമിക്കുന്നതിന് പകരം ഇറ്റേണൽസിനെയാണ് ഡീവിയന്റ് ആക്രമിക്കുന്നത്. മാത്രമല്ല അവറ്റകൾക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവും കിട്ടി. പ്രൈമേറ്റേണലായിട്ടുള്ള എജാക്കിനാണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നത്. സ്പ്രൈറ്റ് അവിടെയൊക്കെ ഇല്യൂഷൻസ് ഉണ്ടാക്കി ഡീവിയൻസിനെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. അപ്പോഴാണ് ഇറ്റേണൽസിന്റെ കൂട്ടത്തിലെ പവർഫുൾ ഇറ്റേണലായിട്ടുള്ള ഇക്കാരിസ് അങ്ങോട്ട് വന്ന് അവരെ സഹായിക്കുന്നത്. സെർസിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ഇക്കാരിസ്. ഇവരൊക്കെ കുറെ നാളായി കണ്ടിട്ട്. ഡെയിൻ കുറെ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ മനുഷ്യരുടെ വഴക്കുകളിലും യുദ്ധങ്ങളിലും ഇറ്റേണൽസ് ഇടപെടാതിരിക്കാൻ കാരണം അവർ ദൈവത്തിനെ പോലെ കാണുന്ന അരിഷം അവരോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണെന്ന് സെർസി പറയുന്നു. ഡെയിനെ അപകടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ സെർസി അവനെ വിട്ടു പോവുകയാണ്. സ്പ്രൈറ്റും സെർസിയും ഇക്കാരിസും കൂടി മറ്റ് ഇറ്റേണൽസിനെ കണ്ടെത്താനുള്ള യാത്ര ആരംഭിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഡീവിയൻസിനോട് നടത്തിയ ഫൈറ്റുകൾ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഇക്കാരിസിന് സെർസി ഇഷ്ടമായിരുന്നു. അജാക് പറഞ്ഞതനുസരിച്ച് അവൻ അവളോട് ഇക്കാര്യം പറയുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് യാത്ര ചെയ്യുന്നവർ സൗത്ത് ഡക്കോട്ടയിലെ അജാക്കിന്റെ വീട്ടിലേക്ക് എത്തുവാണ്. അവിടെ കണ്ട കാഴ്ച അവർ ഞെട്ടിച്ചു കളഞ്ഞു. അജാക് മരിച്ചിരിക്കുന്നു. അജാക്കിനെ കൊന്നത് ഡീവിയൻസ് ആണ്. ഇനി നമുക്ക് സമയം കളയാതെ ബാക്കിയുള്ള കഥയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ഇപ്പൊ അജാക് മരിച്ച വിഷമത്തിൽ സ്പ്രൈറ്റും ഇക്കാരിസും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പ്രൈറ്റിനുള്ള വിഷമം അടക്കാൻ സാധിക്കുന്നില്ല. 7000 വർഷങ്ങളുടെ ആദ്യമായിട്ടാണ് ഇവയുടെ കൂട്ടത്തിലുള്ള ഒരു ഇറ്റേണൽ മരിക്കുന്നത്. അതും ഇവർ കാലങ്ങൾക്ക് മുന്നേ ഇല്ലാതാക്കിയെന്ന് വിചാരിച്ച ഡീവിയൻസ് കാരണം. ആ സമയത്താണ് ഇക്കാരിസ് പറയുന്നത്, ഒരുപക്ഷെ ഡീവിയന്റ് അജാക്കിനെ കൊന്ന് അവളുടെ ശക്തികൾ വലിച്ചെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അജാക്കിന്റെ ഹീലിംഗ് പവർ ഇവർ നേരത്തെ ലണ്ടനിൽ വെച്ച് നേരിട്ട ആ ഇറ്റേണൽസിന് ഉണ്ടായിരുന്നത്. അത് ഏറെക്കുറെ സംസാരിക്കുന്നതായിട്ട് കേട്ടെന്നും സ്പ്രൈറ്റ് പറയുന്നുണ്ട്. സോ അജാക്കിനെ കൊന്ന് വലിച്ചെടുത്ത ശക്തിയിൽ നിന്നാണ് ആ ഹീലിംഗ് പവറും സംസാരിക്കാനുള്ള ശക്തിയും ഒക്കെ ഡീവിയൻസിന് കിട്ടുന്നത്. പുറത്ത് സെർസി ഒറ്റയ്ക്ക് അജാക്കിന്റെ ഡെഡ് ബോഡി എടുത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് അജാക്കിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഗോൾഡൻ ബോൾ പുറത്തേക്ക് വരുന്നത്. അത് പെട്ടെന്ന് സെർസിയുടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രൈം ഇറ്റേണൽ ആയിട്ടുള്ള അജാക്കിനാണ് ഈ ഗോൾഡൻ ബോൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് സ്വയം സെർസിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ അജാക്ക് മരിക്കുന്നതിന് മുന്നേ ഇറ്റേണൽസിന്റെ അടുത്ത ലീഡർ സെർസി ആവണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഇതും അരിഷത്തിന്റെ പ്ലാനിൽ പെട്ടതായിരിക്കാം. അജാക്കിന് ശേഷം അടുത്ത പ്രൈം ഇറ്റേണൽ ആവേണ്ടത് സെർസി ആവണമെന്ന് അരിഷൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഗോൾഡൻ ബോൾ ഉള്ളിലേക്ക് വന്നപ്പോൾ അജാക്കിന് സംഭവിക്കാറുള്ളത് പോലെ തന്നെ സെർസിക്കും സംഭവിക്കുന്നു. അവളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മാഞ്ഞ് അവളുടെ മുന്നിൽ അരിഷം എന്ന് പറയുന്ന സെലസ്റ്റിയലിന്റെ ദൃശ്യം അവൾക്ക് കാണാനായി. അരിഷം പെട്ടെന്ന് അവളോട് പറയുന്നത് ഇപ്പൊ അതിനുള്ള സമയമായെന്നാണ്. പെട്ടെന്ന് ആ കാഴ്ച സെർസിയുടെ മുന്നിൽ നിന്ന് മാഞ്ഞുപോയി. എന്തിനുള്ള സമയമായെന്നാണ് അരിഷം പറഞ്ഞത്. അത് നമ്മളെപ്പോലെ തന്നെ സെർസിക്ക് മനസ്സിലായില്ല. അരിഷത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം സെർസി അനങ്ങാൻ പറ്റാത്ത പോലെ നിൽക്കുമായിരുന്നു. ഈ കാഴ്ച കണ്ട് പേടിച്ച മിക്കാരിസും അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അജാക്കിന്റെ ഉള്ളിൽ നിന്ന് ഗോൾഡൻ ബോൾ പുറത്തേക്ക് വന്നതും അത് തന്റെ ശരീരത്തിലേക്ക് കയറിപ്പോയ ഉടനെ അരിഷത്തിനെ കാണാൻ പറ്റിയതും സെർസി ഇവരോട് പറയുന്നുണ്ട്. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സെർസിക്ക് വീണ്ടും അരിഷത്തിനോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് എങ്ങനെ അത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ സ്പ്രൈറ്റ് വിചാരിക്കുന്നത് ഇറ്റേണൽസിന്റെ അടുത്ത ലീഡർ ആവാൻ വേണ്ടി അജാക് തന്നെയാണ് സെർസി തെരഞ്ഞെടുത്തതെന്നാണ്. പക്ഷെ ഇക്കാരിസ് അപ്പോഴാണ് അവന്റെ ഒരു സംശയം പറയുന്നത്. സെർസിക്ക് ഇപ്പൊ ഉണ്ടായത് എന്തായാലും അതൊരു തോന്നലാണെങ്കിലോ, ഒരുപക്ഷെ സെർസി ശരിക്കും അരിഷത്തിനോട് സംസാരിച്ചിട്ടില്ലെങ്കിലോ, ഇതൊരു പക്ഷെ മാഡ് വയറി ആണെങ്കിലോ, അങ്ങനെയാണ് ഇക്കാരിസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, എന്താണ് ഈ മാഡ് വയറി? അതിനെപ്പറ്റിയാണ് ഇനി കാണിക്കുന്നത്. ഇപ്പൊ കൊല്ലം 1521 AD ആണ്. അവിടെ മനുഷ്യർ തമ്മിൽ വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ബുദ്ധി വികസിച്ചെന്ന് മാത്രമല്ല, അവർക്ക് പണത്തിനോടും അധികാരത്തിനോടും ഒക്കെ ആർത്തി വരാനും തുടങ്ങി. അതിനുവേണ്ടി ലോകം മുഴുവൻ മനുഷ്യർ തമ്മിൽ യുദ്ധങ്ങൾ നടക്കാൻ തുടങ്ങി. ഇതൊന്നുമല്ല ഇറ്റേണൽസ് ആഗ്രഹിച്ചത്. പക്ഷെ അവർക്ക് ഇതിൽ ഇടപെടാനും പറ്റില്ല. കാരണം മനുഷ്യൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ തമ്മിലുള്ള വഴക്കുകളിലോ യുദ്ധങ്ങളിലോ ഇടപെടാൻ പാടില്ല. എന്നാലും ചില ഇറ്റേണൽസിന് ഇത് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുന്നില്ല. യുദ്ധത്തിന്റെ ഇടയ്ക്ക് മരിക്കുന്ന ചില മനുഷ്യരെ അവർ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഇറ്റേണൽസ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊന്നുമല്ല. ഫാസ്റ്റോസ് കയ്യിൽ നിന്ന് ലോകത്തിന്റെ മാപ്പ് പോലെയുള്ള ഒരു ഗ്ലോബ് പോലെയുള്ള സംഭവം പുറത്തേക്ക് എടുക്കുന്നു. അതിൽ ഡീവിയൻസ് എവിടെയുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഇവർ കാലാകാലങ്ങൾ
വർഷങ്ങളായിട്ട് ഡീവിയൻസിനെ കൊന്നുകളഞ്ഞ് ഇപ്പൊ ബാക്കി കുറച്ച് ഡീവിയൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അവരെ കൊല്ലാൻ വേണ്ടി കുറച്ച് ഇറ്റേണൽസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഭൂമിയിലെ ഈ അവസാനത്തെ ഡീവിയൻസിനെയും കൂടി കൊന്നു കഴിഞ്ഞാൽ ഇറ്റേണൽസ് ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ഏറെക്കുറെ പൂർത്തിയാവും. ഭൂമിയിൽ നിന്ന് ഡീവിയൻസിനെ അവർ മുഴുവനായിട്ട് തുടച്ചു നീക്കാറായിരിക്കുന്നു. ഈ സമയത്ത് കുറെ പേര് തോക്കുകൊണ്ടുവന്ന് പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ യുദ്ധത്തിനിടയ്ക്ക് നടക്കുന്നതാ. പക്ഷെ ഡ്രൂഗിന് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെടിവെക്കുന്നവരെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അജാക് പറയുന്നു അവനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. അതാണല്ലോ അരിഷ്യത്തിന്റെ ഓർഡർ. ഈ സമയത്ത് തീനയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവൾ മെന്റലി അൺസ്റ്റേബിൾ ആവുന്ന പോലെ, അവളുടെ മനസ്സിന്റെ താളം തെറ്റുന്നത് പോലെ. ഡ്രൂവിന് ഈ സമയത്ത് ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയാൻ തുടങ്ങി, ഇതൊക്കെ എങ്ങനെയാ വെറുതെ കണ്ടുകൊണ്ട് നിൽക്കുക? ഇത് ഇവർ തമ്മിലുള്ള ചെറിയ വഴക്കല്ല, ഇത് വലിയ യുദ്ധങ്ങളാണ്, കൂട്ടക്കൊലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പാവങ്ങളായിട്ടുള്ള മനുഷ്യർ ഇതിന്റെ ഇടയ്ക്ക് മരിച്ചു പോകുന്നതെന്ന് അറിയോ? എന്താ ഫാസ്റ്റോസ്, നിങ്ങളല്ലേ പറയാറുള്ളത് ടെക്നോളജി മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? എന്നിട്ട് ഇപ്പൊ എന്തായി? അവർ തോക്ക് കണ്ടുപിടിച്ച് പരസ്പരം വെടിവെച്ച് കൊല്ലുന്ന കണ്ടില്ലേ? നീ പറയുന്നത് ശരിയാണ് ഡ്രൂ, പക്ഷെ ഇതും അവയുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ടെക്നോളജി അവർ മോശമായിട്ട് ഉപയോഗിക്കുന്നതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതിനെ തടയാനാവില്ല. ഫാസ്റ്റോസിനെ തടയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് പറ്റും. ഈ സമയത്ത് ഡ്രൂവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മക്കാരി ഡ്രൂവിനോട് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണ് തീനയ്ക്ക് എന്തോ സംഭവിച്ച് അവൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയുന്നത്, നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ്, അതിനെ തടയാൻ ആർക്കും പറ്റില്ല. പെട്ടെന്ന് തീനയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എല്ലാവരും വിചാരിക്കുന്നു. അങ്ങനെ അടുത്തേക്ക് വന്ന ഓരോ എറ്റേണൽസിനെ ആയിട്ട് തീന അവളുടെ ആയുധങ്ങൾ വെച്ച് ആക്രമിക്കാൻ തുടങ്ങി. തീനയ്ക്ക് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി. സെർസിയെയും മക്കാരിയെയും കിങ്കോയെയും ഒക്കെ തീന ആക്രമിക്കുന്നു. അവരിൽ പലർക്കും മുറിവേൽക്കുന്നു. അവളെ തടയാൻ അജാക്കും വരുന്നുണ്ട്. പക്ഷെ തീന അജാക്കിനെയും ആക്രമിക്കുന്നു. ഈ സമയത്ത് അജാക്ക് അവളുടെ കഴിവുകൾ ഉപയോഗിച്ച് കുറച്ചു നേരത്തേക്ക് തീനയെ ശാന്തയാക്കുന്നുണ്ട്. എന്നിട്ട് നീ ഞങ്ങളുടെ തീനയാണ്, ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ നിമിഷ നേരം കൊണ്ട് വീണ്ടും തീനയുടെ മൈൻഡ് പ്രശ്നത്തിലായി. അപ്പോഴാണ് ഗിൽഗമേഷാണ് അങ്ങോട്ട് വരുന്നത്. ബെസ്റ്റ് ഫ്രണ്ടായ അണ്ണം പറഞ്ഞിട്ടും തീന കേൾക്കുന്നില്ല. അവസാനം വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അണ്ണൻ തീനയ്ക്കിട്ട് ഒരു ഒറ്റ ഇടി കൊടുക്കുകയാണ്. അതോടെ തീനയുടെ ബോധം പോയി. എന്തുകൊണ്ടാണ് തീനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും സംശയമായി. ആയിരക്കണക്കിന് വർഷങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു ഇറ്റേണൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ചില കഥകൾ അവർ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇറ്റേണൽസിന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് മാഡ് വയറി എന്ന് പറയുന്നത്. അതായത് അവരുടെ മനസ്സിന്റെ താളം തെറ്റുന്ന ഒരു അവസ്ഥ. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഇതുപോലെയുള്ള മാഡ് വയറിൽ തുടക്കമാണോ സെർസിക്ക് ഉണ്ടായെന്നാണ് നേരത്തെ ഇക്കാരിസ് ചോദിച്ചത്. ബോധം വരുന്ന തീനയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ താൻ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്തെന്നോ ഇതൊന്നും ഓർമ്മയില്ല. അജാക്ക് ഉള്ളത് കൊണ്ടാണ് പരിക്കേറ്റവർക്കൊക്കെ പെട്ടെന്ന് ഹീലാവാൻ പറ്റിയത്. എന്തായാലും താൻ കാരണം അങ്ങനെ എല്ലാവർക്കും മുറിവേറ്റതിലും പ്രശ്നങ്ങൾ ഉണ്ടായതിലും തീനയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ മാഡ് വയർ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് അജാക്ക് അവളോട് പറയുന്നുണ്ട്. ഇവർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നു. അത്രയും വർഷത്തെ ഓർമ്മകൾ ഇവരുടെ ഉള്ളിലുണ്ട്. എല്ലാവർക്കും ഈ ഓർമ്മകൾ ഒരേപോലെ പ്രോസസ് ചെയ്യാനും തലയുടെ ഉള്ളിൽ വെക്കാനും പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഈ ഇൻഫർമേഷൻസ് ഓർമ്മകളും കുന്നുകൂടി അതിന്റെ കൺട്രോൾ പോകുന്ന ഒരു അവസ്ഥയാണ് മാഡ് വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി എന്താ? എല്ലാ ഓർമ്മകളെയും ഒറ്റയടിക്ക് കളയേണ്ടി വരും. അതായത് നമ്മൾ ഈ ഫോണൊക്കെ ഫാക്ടറി റീസെറ്റ് ചെയ്യില്ലേ, എന്നിട്ടൊരു പുതിയ ഫോൺ പോലെയാക്കും, അതുപോലെ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഡോമോഷിപ്പിൽ കയറി വീണ്ടും അരിഷ്യത്തിന്റെ അടുത്തേക്ക് പോയാലാണ് ഈ കാര്യം ചെയ്യാൻ പറ്റൂ. ഇതിനുള്ള ടെക്നോളജിയൊക്കെ ഉള്ളത് അരിഷ്യത്തിന്റെ അടുത്ത. പക്ഷെ മക്കാരി ചോദിക്കുന്നത്, ഇവരിങ്ങനെ ഓർമ്മകൾ മായ്ച്ചു കളയാണെങ്കിൽ നമ്മളുടെ സുഹൃത്തായിട്ടുള്ള തീന പിന്നെ പഴയ തീന ആയിരിക്കില്ല, അവളുടെ രൂപം മാത്രമുള്ള പുതിയൊരാളായി മാറും, പഴയ ഓർമ്മകളില്ലാത്ത പുതിയൊരാൾ. മക്കാരി നീ എന്താ പറയുന്നത്? നീ പറയുന്നത് ശരിയാ, പക്ഷെ നേരത്തെ തീന നിന്നെ മുറിവേൽപ്പിച്ചത് കണ്ടില്ലേ? ഇനി ഒരു വട്ടം കൂടി അങ്ങനെ ഒരു മാഡ് വയർ ഉണ്ടായ തീന നമ്മളുടെ ആരെയൊക്കെ കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല. അത് അപകടമാണ്. എജാക്ക്, എനിക്ക് എന്റെ ഓർമ്മകളൊക്കെ വേണം. ഓർമ്മകളില്ലാതെ ജീവിക്കാൻ എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല. തീന, നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓർമ്മകൾ ഉണ്ടോ ഇല്ലയോ എന്നതിലല്ല, ഇനി ഏത് അവസ്ഥയിലാണെങ്കിലും നിന്നെ ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കും. അതെന്താ അജാക്ക്, ഞങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ലേ? എപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ തന്നെ അനുസരിക്കണമെന്നാണോ? തീനയുടെ ഇത്രയും കാലത്തെ ഓർമ്മ മായ്ച്ചു കളയണമെന്നാണ് നിങ്ങൾ പറയുന്നത്, അതും വെറും ഈസി ആയിട്ട്. ഡ്രൂഗ്, നീ ദേഷ്യത്തിലാണെന്ന് അറിയാം, പക്ഷെ ഞാൻ പറയുന്നത് കേക്ക്. ദേഷ്യത്തിലോ? 7000 വർഷമായിട്ട് ഞങ്ങൾ അജാക്കിനെ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് നോക്ക്. മനുഷ്യരെ സഹായിക്കാൻ വന്നിട്ട് മനുഷ്യർ തന്നെ അവിടെ യുദ്ധം ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കാലങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എനിക്കൊരു നിമിഷം കൊണ്ട് അവരെ മൈൻഡ് കൺട്രോൾ ചെയ്ത് തടയാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർ തമ്മിലുള്ള വഴക്കും മരണവും ഒക്കെ തടയാനുള്ള കഴിവുണ്ടായിട്ടും ഞാൻ അതിനെ അടക്കി പിടിച്ചു നിർത്തുന്നതിന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതിനാണ് അരിഷ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യരെ കൊല്ലാൻ ഡീവിയൻസ് ഒന്നും വേണ്ട, അവരെ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുക. നമ്മളവരെ സഹായിക്കുകയാണോ ചെയ്യുന്നത്? ഇതാണോ നമ്മൾ ആഗ്രഹിച്ച ഒരു മികച്ച ലോകം? അവിടെ താഴെ കിടന്ന് യുദ്ധം ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന പടയാളികളില്ലേ? രാജാക്കുമാർ പറയുന്നതനുസരിച്ച് എന്തു ചെയ്യുന്ന പടയാളികൾ? അതുപോലെയല്ല നമ്മൾ വെറും പടയാളികൾ മാത്രം. അരിഷ്യത്തിന് വേണ്ടി തിരിച്ചൊന്നും ചോദിക്കാതെ ജോലി ചെയ്യുന്ന
പടയാളികൾ. എന്നാൽ ഇനി അത് വേണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. മനുഷ്യർ മരിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞു ഡ്രൂ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ചുറ്റും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടയാളികളെയും ഒറ്റയടിക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യുവാണ്. എന്നിട്ട് അവൻ ആ യുദ്ധം നിർത്തിക്കുന്നു. ഡ്രൂ ഈ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റേണൽസിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ചത് ഡ്രൂഗാണ്. പക്ഷെ ഇത് ഇക്കാരിസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ വന്ന് ഡ്രൂഗിനെ തടയാൻ നോക്കുന്നുണ്ട്. കാരണം അജാക്കിനെ പോലെ തന്നെ അരിഷത്തിനോട് ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുള്ള ആളാണ് ഇക്കാരിസും. അപ്പൊ ഡ്രൂഗ് പറയുന്നു, നിനക്കെന്നെ തടയണമെങ്കിൽ നീ എന്നെ കൊല്ലേണ്ടി വരുമെന്ന്. പക്ഷെ താൻ മക്കളെ പോലെ കാണുന്ന കൂടെയുള്ള മറ്റ് ഇറ്റേണൽസ് ഇങ്ങനെ പരസ്പരം വഴക്കിടുന്നത് അജാക്കിന് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അജാക്ക് ഡ്രൂഗിനെ അവന്റെ വഴിക്ക് വിടുവാണ്. ഡ്രൂഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന പടയാളികളെയൊക്കെ കൂടെ കൂട്ടി അവൻ വേറെ എങ്ങോട്ടോ പോവാണ്. ഈ സമയത്ത് ഗിൽഗമേഷ് നല്ലൊരു തീരുമാനം എടുക്കുന്നു. തീനയ്ക്ക് അവളുടെ ഓർമ്മകൾ മായ്ച്ചു കളയാൻ ഇഷ്ടമല്ല. ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞില്ലെങ്കിൽ വീണ്ടും മാഡ് വയറി സംഭവിക്കും. അവളുടെ മനസ്സിന്റെ താളം തെറ്റി ചുറ്റുമുള്ളവരെ കൊല്ലാൻ നോക്കും. അതുകൊണ്ട് ഗിൽഗമേഷ് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള തീനയെ കൊണ്ട് ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് വളരെ ദൂരെ മാറിപ്പോയി താമസിക്കാൻ തീരുമാനിക്കുന്നു. തീനയുടെ കാര്യമൊക്കെ താൻ നോക്കിക്കോളാന്നാണ് അണ്ണൻ പറയുന്നത്. അങ്ങനെ ചെയ്താൽ തീന കാരണം വേറെ ആർക്കും ഉപദ്രവവും ഉണ്ടാവില്ല. തീനയുടെ ഓർമ്മകൾ മായ്ച്ചു കളയേണ്ട ആവശ്യമില്ല. പക്ഷെ തീന അണ്ണനെ തന്നെ അറ്റാക്ക് ചെയ്താലോ എന്നാണ് അജാക്ക് ചോദിക്കുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വഴി ആ സമയത്ത് നോക്കാന്ന് അണ്ണനും പറയുന്നു. ഇത് കേട്ട് തീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് അജാക്ക് വലിയൊരു തീരുമാനം എടുക്കുന്നത്. അവൾ എല്ലാ ഇറ്റേണൽസിനോടും തന്നെ വിട്ടു പോയിക്കോളം പറയുന്നു. നിങ്ങൾ എല്ലാവരും പോകണം. നമ്മൾ ഭൂമിയിലേക്ക് വന്ന ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ഡീവിയൻസിനെയും നമ്മൾ ഇല്ലാതാക്കി. ആയിരക്കണക്കിന് വർഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. അതും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അജാക്ക്, നിങ്ങൾ ഞങ്ങളുടെ ലീഡർ അല്ലേ? നിങ്ങൾ വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആദ്യം ഇത് അരിഷത്തിനോടൊന്ന് ചോദിക്കണ്ടേ? ഇക്കാരിസ്, ഞാൻ നിങ്ങളുടെ ലീഡർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടു പോകണമെന്ന് പറയുന്നത് എന്റെ ഒരു ആജ്ഞയായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടു പോകണം. പിരിയാനുള്ള സമയമായി. എനിക്ക് വിഷമമില്ലെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഇനി നമ്മൾ ഒരുമിച്ച് വേണ്ട. നിങ്ങൾ എല്ലാവരും പോയി ഭൂമിയുടെ പല സ്ഥലങ്ങളിൽ ജീവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. എന്നിട്ട് ഒരിക്കൽ അരിഷം നമ്മളോട് തിരിച്ചു വരാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഒത്തുചേരാം. നമ്മൾ വീണ്ടും ഒത്തുചേരുകയാണെങ്കിൽ അന്ന് നമ്മൾ ഓരോരുത്തരും പുതിയതായിട്ട് എന്തൊക്കെ നേടിയെന്നും എന്തൊക്കെ ചെയ്തെന്നും നമ്മൾക്ക് പരസ്പരം പറയാം. അതുവരെ നിങ്ങൾ എന്നെ മറന്നേക്ക്. അങ്ങനെ വളരെ വിഷമത്തോടെയാണെങ്കിലും അജാക്ക് ആ തീരുമാനം എടുത്തു. അങ്ങനെയാണ് ഇറ്റേണൽസ് എല്ലാവരും ഭൂമിയിൽ പല പല വഴിക്ക് പോയി അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങിയത്. സെർസിയും സ്പ്രൈറ്റും ഒരുമിച്ചായിരുന്നെന്ന് മാത്രം. മിക്കവാറും ഇക്കാരിസും അവരുടെ കൂടെ പോയി കാണും. എന്നിട്ട് ഏതോ ഒരു സാഹചര്യത്തിൽ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി. അതായത് ഇക്കാരിസ് സെർസിയെ വിട്ട് പെട്ടെന്ന് എങ്ങോട്ടോ പോയി. ഇപ്പൊ കഥ വീണ്ടും പ്രസന്റ് ഡേയിലേക്ക് വരുവാണ്. നമ്മളുടെ മുംബൈ ആണ് കാണിക്കുന്നത്. അവിടെ ഏതോ ഒരു ബോളിവുഡ് പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഒരു വലിയ സെറ്റൊക്കെ ഇട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണെന്ന് തോന്നുന്നത്. ഒരു ഡാൻസ് സീനാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ആരായിരിക്കും ഈ സ്റ്റാർ? ഷാരൂഖ് ഖാനോ സൽമാൻ ഖാനോ ആമിർ ഖാനോ ആയിരിക്കും. പക്ഷെ ഇത് അവരാരുമല്ല. ഇതാണ് നുമ്മ പറഞ്ഞ നടൻ. അത് കിങ്കോ ആണ് ഗൈസ്. അതെ, എല്ലാ ഇറ്റേണൽസും പല വഴിക്ക് പോയല്ലോ. കിങ്കോ വന്നത് ഇന്ത്യയിലേക്കാണ്. എന്നിട്ട് അവൻ അവിടെ അറിയപ്പെടുന്ന ഒരു വലിയ മൂവി സ്റ്റാർ ആയി മാറി. ഒരുപാട് ഫാൻസ് ഉള്ള ഷാരൂഖ് ഖാനെ പോലെയുള്ള ഒരു നടൻ. അവനെല്ലാം പഠിച്ചെടുത്തു. ഇന്ത്യൻസിന് ഇഷ്ടപ്പെടുന്ന പോലെ ഫൈറ്റ് ചെയ്യാനും ഡാൻസ് കളിക്കാനും ഒക്കെ. ഇപ്പൊ അങ്ങനെയുള്ള കിങ്കോയുടെ ഒരു മാരക ഡാൻസ് സീനാണ് നമ്മൾ കാണുന്നത്. കിങ്കോയെ തേടി വന്ന സ്പ്രൈറ്റും ഇക്കാരിസും സെർസിയും കിങ്കോയുടെ ഡാൻസ് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് കിങ്കോയുടെ വിശ്വസ്തനും മാനേജറും ആയിട്ടുള്ള കരുൺ പട്ടേൽ അങ്ങോട്ട് വരുന്നത്. കരുൺ വന്ന് ഇറ്റേണൽസിനൊക്കെ നമസ്കാരം പറയുന്നു. അതായത് കാലങ്ങളായിട്ട് കിങ്കോയുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ താൻ ശരിക്കും ആരാണെന്നും തന്റെ കൂട്ടുകാരായിട്ടുള്ള ഇറ്റേണൽസ് ആരൊക്കെയാണെന്നും കിങ്കോ കരുണിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറ്റേണൽസിനെ കണ്ടപ്പോൾ തന്നെ കരുണിന് അതാണ് കിങ്കോ പറഞ്ഞ ആൾക്കാരെന്ന് മനസ്സിലായി. ഏകദേശം 10 മിനിറ്റോളമുള്ള കിങ്ങോയുടെ ഡാൻസ് ഇപ്പൊ തീർന്നിട്ടേ ഉള്ളൂ. എന്തായാലും എല്ലാവരും കൈയടിക്കുന്നു. പക്ഷെ കിങ്ങോക്ക് ഡാൻസിൽ എന്തോ ഒരു കുറവ് തോന്നി. ഒന്നുകൂടി ഷൂട്ട് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാന്നാണ് കിങ്ങോ പറയുന്നത്. അപ്പൊ വെറുതെ എല്ലാം ഒരു സൂപ്പർ സ്റ്റാർ ആയത്. ആക്ടിങ്ങില് ഭയങ്കര ഡെഡിക്കേഷനെ കാണിക്കുന്ന കിങ്ങോ. ഈ സമയത്താണ് അവൻ തന്നെ കാണാൻ വന്നിരിക്കുന്ന ഇറ്റേണൽസിനെ കാണുന്നത്. കിങ്ങോ പെട്ടെന്ന് സന്തോഷത്തോടെ അവരെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. കിങ്ങോ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം ഏതാണെന്ന് അറിയോ? ദ ലെജൻഡ് ഓഫ് ഇക്കാരിസ്. അതായത് ഇക്കാരിസിന്റെ കഥ പറയുന്ന ഒരു സിനിമയിലാണ് ഇക്കാരിസിന്റെ റോളിൽ കിങ്ങോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് ഉണ്ടല്ലോ, ഇത് ഇക്കാരിസിന്റെ സ്യൂട്ടുമായിട്ട് സാമ്യമുള്ളതാണ്. എന്ന് വെച്ച് ശരിക്കുള്ള ഇറ്റേണൽസിന്റെ കഥയൊന്നും അല്ല പറയാ. നമ്മൾ ഇന്ത്യക്കാർക്ക് പറ്റിയതുപോലെ കഥയൊക്കെ മാറ്റിമറിച്ച് പുതിയൊരു സ്റ്റോറി ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇപ്പോഴാണ് കിങ്ങോ കരുൺ പട്ടേലിന്റെ കാര്യം പറയുന്നത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുന്നാണ് ആദ്യമായിട്ട് കിങ്ങോ കരുൺ പട്ടേലിനെ കാണുന്നത്. ആദ്യമായിട്ട് കിങ്ങോയെ കണ്ടപ്പോ ഒരു വാമ്പയർ ആണെന്ന് കരുൺ പട്ടേൽ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് കത്തിവെച്ച് കിങ്ങോയെ കുത്തി കൊല്ലാനൊക്കെ നോക്കി. ഇത്രയും കാലമായിട്ടും ആ സംഭവത്തിന് വേണ്ടി കരുൺ കിങ്ങോയോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല 50 വർഷമായിട്ട് കരുൺ പട്ടേലാണ് കിങ്ങോയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മാനേജർ. ഇങ്ങനെ പറഞ്ഞ് കിങ്ങോ തന്റെ അടുത്ത സീൻ അഭിനയിക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ഈ സമയത്താണ് ഇറ്റേണൽസ് അവനോട് ഡീവിയൻസ് തിരിച്ചു വന്നെന്നും അവര് നമ്മളുടെ അജാക്കിനെ കൊന്നു കളഞ്ഞെന്നും പറയുന്നത്. ഇത് കേട്ടതോടെ കിങ്ങോയുടെ മൈൻഡ് ഔട്ടായി. അതായത് അവന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി. ഇങ്ങനൊരു വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. ഡീവിയൻസിനെതിരെ പോരാടാൻ കിങ്ങോയെ വിളിക്കാനാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അജാക്ക് മരിച്ചതറിഞ്ഞ കിങ്ങോ ആകെ വിഷമിച്ചു പോയി. അവൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ബാക്കി ആക്ടേഴ്സിന്റെ അടുത്തേക്ക് പോവാണ്. കിങ്ങോ അവിടുത്തെ വലിയൊരു നടനായതുകൊണ്ട് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ
സിനിമകളിലാണല്ലോ അഭിനയിക്കുന്നത്. ദി ലെജൻഡ് ഓഫ് ഇക്കാരിസ് എന്ന് പറയുന്നത് 3 പാർട്ടായിട്ട് ഇറക്കാൻ വിചാരിച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സും മ്യൂസിക് ഡയറക്ടർമാരും അങ്ങനെ കുറെ പേര് ഈ പടത്തിൽ വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പടമൊക്കെ ഉപേക്ഷിച്ചിട്ട് കിങ്ങോക്ക് ഇറ്റേണൽസിന്റെ കൂടെ പോകേണ്ടി വരും. കിങ്ങോയിൽ വിശ്വസിച്ച് കുറെ നടന്മാരും കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളും അങ്ങനെ കുറെ പേരുണ്ട്. ഇവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കിങ്ങോക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ കരുൺ പട്ടേൽ കിങ്ങോക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ആളുകൾ ജീവനോടെ ഉണ്ടായാലല്ലേ സിനിമ കാണാൻ പറ്റൂ. അപ്പൊ സിനിമയേക്കാൾ വലുതാണ് റിയൽ ലൈഫ്. റിയൽ ലൈഫിലെ ഹീറോയാണ് കിങ്ങോ, ഒരു ഇറ്റേണൽ. ഇപ്പോ കിങ്ങോയുടെ കുടുംബമായിട്ടുള്ള മറ്റുള്ള ഇറ്റേണൽസിന് ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കിങ്ങോ അങ്ങോട്ട് പോയേ പറ്റൂ. സിനിമയൊക്കെ പിന്നെയാലും ചെയ്യാം. ഇങ്ങനെയാണ് കരുൺ പട്ടേൽ പറയുന്നത്. അങ്ങനെ ഒരു കോൺഫറൻസ് വന്നതോടെ കിങ്ങോ ഇറ്റേണൽസിന്റെ കൂടെ അങ്ങോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ അവർ കിങ്ങോയുടെ പ്രൈവറ്റ് ജെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആക്ടർ ആയതുകൊണ്ട് കിങ്ങോ ഒരു കോടീശ്വരനായിരിക്കും. അവന്റെ കൂടെ മാനേജറായിട്ടുള്ള കരുൺ പട്ടേലും വരുന്നുണ്ട്. കിങ്ങോ അയാൾക്ക് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ ഡോക്യുമെന്ററി ഉണ്ടാക്കുക. കിങ്ങോ വേറെ ആക്ടർ മാത്രമല്ല, ഇത്രയും നാളായിട്ട് ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഇറ്റേണൽസിൽ ഒരാളാണ് കിങ്ങോ. അതിന്റെ കൂടെ മറ്റുള്ള ഇറ്റേണൽസിനെയും പരിചയപ്പെടുത്തുന്ന, അവർ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിം നിർമ്മിക്കാനാണ് കിങ്ങോയുടെ പ്ലാൻ. ഹായ് എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾക്ക് എന്നെ അറിയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടായിരിക്കും, കിങ്ങോ, ദ കിങ് ഓഫ് ബോളിവുഡ്. പക്ഷേ ഞാനൊരു നടൻ മാത്രമല്ല, ഞാനൊരു ഇറ്റേണലാണ്. 7000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിലേക്ക് വന്ന ഒരിക്കലും പ്രായമാവാത്ത ഇറ്റേണൽ. നിങ്ങൾ മനുഷ്യരെ തിന്നില്ലാതെയാക്കാൻ നോക്കുന്ന ഡീവിയൻസിനെ തകർക്കാൻ വേണ്ടിയിട്ടാ 10 ഇറ്റേണൽസിന്റെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാനും ഭൂമിയിലേക്ക് വന്നത്. കുറെ നാളായി. ഇനി ഞാൻ നിങ്ങൾക്ക് എന്റെ കൂടെ വന്ന ബാക്കിയുള്ള ഇറ്റേണൽസിനെയും പരിചയപ്പെടുത്താം. എല്ലാ സത്യങ്ങളും നിങ്ങൾ മനുഷ്യർ അറിയണം. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു എന്റെ പ്രിയപ്പെട്ട സ്പ്രൈറ്റ്. സ്പ്രൈറ്റ്, നിന്നെപ്പറ്റി എന്തെങ്കിലും പറ മനുഷ്യരോട്. പക്ഷെ സ്പ്രൈറ്റിന് അങ്ങനെ ക്യാമറയും മുഖം കാണിക്കാനൊന്നും ഇഷ്ടമല്ല. അവൾ നടുവരൽ കാണിച്ചിട്ട് പെട്ടെന്ന് മാഞ്ഞുപോയി, അതായത് ഇല്യൂഷൻ വെച്ച്. അപ്പൊ കിങ്ങോ സെർസിയുടെ അടുത്തേക്ക് തിരിയുവാണ്. എന്നിട്ട് സെർസിയോട് അവളുടെ പവറിനെ പറ്റി പറയാൻ പറയുന്നു. ഹായ് എന്റെ പേര് സെർസി, ഞാനും കിങ്ങോയുടെ കൂടെ ഇങ്ങോട്ട് വന്നേ. എന്റെ പവർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കല്ലിനെ വെള്ളമാക്കി മാറ്റാൻ പറ്റും. അത് മാത്രമല്ല എനിക്ക് കല്ലിനെ ഒരു മരമാക്കി മാറ്റാൻ പറ്റും. എനിക്ക് കല്ലിനെ ഒരു ലോഹമാക്കി മാറ്റാൻ പറ്റും. സെർസി മതി മതി നിർത്ത്. ഇങ്ങനെയാണോ പവർ പറയാ? നീ കുറച്ചുകൂടി ആലോചിച്ചിട്ട് ഒരു നല്ല ഡയലോഗ് കണ്ടുപിടിക്കുക. അങ്ങനെ കിങ്ങോ വേറെയും കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഷൂട്ടിംഗ് തുടർന്നു. ഈ സമയത്ത് സെർസി അവളുടെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവളൊരു ഫോൺ അഡിക്റ്റ് ആയി മാറിയോന്നാണ് ഇക്കാരിസ് ചോദിക്കുന്നത്. അപ്പൊ സെർസി നല്ല ഫൺ ആയിട്ടുള്ള ഒരു കാര്യം ഇക്കാരിസിന് കാണിച്ചു കൊടുക്കുന്നു. അവള് സ്നാപ്ചാറ്റ് എടുത്തതിൽ ഒരു ഫിൽറ്റർ ഇട്ട് ഇക്കാരിസ് വയസ്സായ എങ്ങനെ ഉണ്ടാവും കാണിച്ചു കൊടുക്കുന്നു. അത് ഇക്കാരിസിന് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് കിങ്ങോ അവന്റെ വേറൊരു രഹസ്യം പറയുന്നത്. ബോളിവുഡിൽ കാലാകാലങ്ങളായിട്ട് അപ്പൂപ്പനും അച്ഛനും മക്കളും അങ്ങനെ പരമ്പരയായിട്ട് നടന്മാരായിട്ട് നിൽക്കുവാണ് കിങ്ങോ. അതെങ്ങനെയാന്ന് വെച്ചാൽ ബോളിവുഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ കളിക്കുന്ന സമയത്ത് കിങ്ങോ നടനാവാൻ തുടങ്ങിയതാ. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ്. കുറച്ചുനാൾ അങ്ങനെ അഭിനയിച്ച് കഴിയുമ്പോൾ അയാളുടെ മകനാണെന്ന് പറഞ്ഞ് കിങ്ങോ വീണ്ടും അഭിനയിക്കാൻ വരും. എന്നിട്ട് പിന്നെയും കുറെ വർഷം കഴിയുമ്പോൾ അയാളുടെയും മകനാന്ന് പറഞ്ഞ് കിങ്ങോ വീണ്ടും അഭിനയിക്കാൻ വരും. അങ്ങനെ കാലാകാലങ്ങളായിട്ടൊരു നെപ്പോട്ടിസം വെച്ചാണ് അച്ഛനും മകനും മകന്റെ മകനും ഒക്കെ ആയിട്ട് അഭിനയിച്ച് കിങ്ങോ ബോളിവുഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരേ മുഖച്ചായതുകൊണ്ട് അത് സത്യമെന്ന് എല്ലാവരും വിചാരിക്കുകയും ചെയ്തു. എന്തായാലും സ്പ്രൈറ്റിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ പഴയൊരു കാര്യം ചോദിക്കുകയാണ്. കിങ്ങോയും സ്പ്രൈറ്റും കുറച്ച് നാൾ ഒരുമിച്ച് ഫ്രണ്ട്സ് ആയിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ കിങ്ങോയും പെട്ടെന്ന് ഒരു ദിവസം എങ്ങോട്ടോ പോയി. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് കിങ്ങോ പറയുന്നത്, ഇവർക്ക് വയസ്സാവാത്തതുകൊണ്ട് കുറെ നാൾ ഒരാളിങ്ങനെ വയസ്സാവാതെ കാണുമ്പോൾ ബാക്കി ചുറ്റുമുള്ള വയസ്സാവുന്ന മനുഷ്യർക്ക് അതത്ര പിടിക്കില്ലെന്ന്. അപ്പോൾ ഒരു പല കള്ളക്കഥകളും പറഞ്ഞു പരത്താൻ തുടങ്ങും. കിങ്ങോ ഒരു വാമ്പയർ ആണ്, ഒരു ദുർമന്ത്രവാദിയാണ്, ഒരു സാത്താൻ സേവക്കാരനാണ്, അങ്ങനെയൊക്കെ. അപ്പൊ അതൊന്നും വയ്യാത്തതുകൊണ്ടാണ് കിങ്ങോ ഇടയ്ക്ക് സ്ഥലം മാറുന്നത്. പക്ഷെ ബോളിവുഡിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രശ്നം മാറി കിട്ടിയത്. അച്ഛനും മകനും മകന്റെ മകനും എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരുന്ന ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങനെ ഫണ്ണി ആയിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കിങ്ങോക്ക് ഭയങ്കര വിഷമമുണ്ട്. സത്യത്തിൽ കിങ്ങോക്ക് ഈ സിനിമയോടൊക്കെ താല്പര്യം വരാൻ ഒരു കാരണം സ്പ്രൈറ്റും കൂടിയാണെന്ന് അവൻ പറയുന്നത്. കാരണം പണ്ട് സ്പ്രൈറ്റ് അവളുടെ ഇല്യൂഷൻ വെച്ച് എല്ലാവർക്കും കുറെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ. അത് കിങ്ങോയും വളരെ ആവേശത്തോടെ കാണാറുണ്ട്. അതുകൊണ്ട് കൂടെയുള്ള ജനങ്ങൾ ആവേശം കൊള്ളുന്നതും കിങ്ങോ കാണാറുണ്ട്. അതിൽ നിന്നാണ് ഒരു കാഴ്ചയുടെ അല്ലെങ്കിൽ സിനിമയുടെ വാല്യൂ എന്താണെന്ന് കിങ്ങോക്ക് മനസ്സിലായത്. അത് വെച്ച് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റും, ഫാൻസിന് ഉണ്ടാക്കാനും പറ്റും. എന്തൊക്കെ പറഞ്ഞാലും അന്ന് എല്ലാ ഇറ്റേണൽസും പിരിഞ്ഞ ദിവസം കിങ്ങോക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാ ഇറ്റേണൽസും ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ അജാക്ക് ഇപ്പോഴും മരിക്കില്ലായിരുന്നു എന്നാണ് അവൻ പറയുന്നത്, ഒരുപാട് വിഷമത്തോടെ. ഇപ്പൊ സീൻ ചേഞ്ച് ആവുമ്പോൾ ഓസ്ട്രേലിയയാണ് കാണിക്കുന്നത്. അവരൊക്കെ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അവിടെ ഒരു വലിയ ഡീവിയന്റ് ചത്തു കിടക്കുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി അവര് തേടി വന്ന ആള് ഇവിടെ അടുത്ത് എവിടെയുണ്ടെന്ന്. നല്ലൊരു ഇടി കിട്ടിയിട്ടാണ് ഈ ഡീവിയന്റ് മരിച്ചു കിടക്കുന്നത്. അപ്പൊ ഇവർ ആരെ തേടിയായിരിക്കും വന്നിരിക്കുന്നത്? വേറെ ആരെയാ, നമ്മളുടെ ഗിൽഗമേഷ് അണ്ണനെ തന്നെ. കിങ്ങോ കരുൺ പട്ടേലിനോട് പ്രത്യേകം പറഞ്ഞ് ഈ ഡീവിയന്റിനെയും പുതിയതായിട്ട് ഇവർ കാണിക്കുന്ന ഇറ്റേണൽസിനെയും ഒക്കെ നല്ല സിനിമാറ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇക്കാരിസ് ചെന്ന് അവിടെയുള്ള പഴക്കം ചെന്ന ഒരു വീട്ടിലെ വാതിൽ ചെന്ന് മുട്ടുവാണ്. അപ്പോഴാണ് വാതിൽ തുറന്ന് നമ്മളുടെ അണ്ണൻ വരുന്നത്. അണ്ണൻ എന്തോ കുക്ക് ചെയ്യായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുപോലെയുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പക്ഷെ അണ്ണൻ വന്ന് കണ്ടപ്പോൾ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് വരാൻ ഇത്ര ലേറ്റ് ആയത് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ചു വരുന്ന പോലെയാണ് വീണ്ടും എറ്റേണൽസിനെ കണ്ടപ്പോൾ അണ്ണൻ പറയുന്നത്. അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കരുൺ പട്ടേലിനെ കാണുമ്പോൾ ബാറ്റ്മാന്റെ കൂടെ ആൽഫ്രഡ് നിൽക്കുന്ന പോലെയാണോ കിങ്ങോയുടെ കൂടെ ഇയാൾ നിൽക്കുന്നതെന്ന് അണ്ണൻ ചോദിക്കുന്നു. ബാറ്റ്മാൻ മൂവി കാണാത്തവരാണെങ്കിൽ പറയാം, ബാറ്റ്മാന്റെ എല്ലാ കാര്യത്തിനും സഹായിയായിട്ട് നിൽക്കുന്ന ഒരു വിശ്വസ്തനായിട്ടുള്ള ആളാണ് ആൽഫ്രഡ്. പക്ഷെ ഞാനത് പ്രത്യേകം പറയാൻ കാരണം നമ്മളുടെ മാർവൽ യൂണിവേഴ്സിൽ DC ഹീറോസിനെ പറ്റി പറയുകയാണ്. ഇതിനു മുന്നിങ്ങനെ ഉണ്ടായതായിട്ട് എന്റെ
ഓർമ്മയിലില്ല. അപ്പൊ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ചിലപ്പോൾ ബാറ്റ്മാന്റെയും സൂപ്പർമാന്റെയും ഒക്കെ കോമിക്സും സിനിമകളും ഒക്കെ ഇറങ്ങുന്നുണ്ടാവും. അത് ഇറ്റേണൽസ് അടക്കം ബാക്കിയുള്ള മനുഷ്യർ കാണുന്നുണ്ടാവും. അതായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗിൽഗമേഷിനെ ആക്രമിക്കാനും തലേദിവസം ഒരു ഡീവിയന്റ് വന്നിരുന്നു. അതിനെയാണ് അണ്ണൻ അടിച്ചു കൊന്നിട്ടിരിക്കുന്നത്. സെർസിയെയും സ്പ്രൈറ്റിനെയും ആക്രമിക്കാൻ ലണ്ടനിൽ ഡീവിയന്റ് വന്ന കാര്യം ഇവർ പറയുന്നുണ്ട്. ഇക്കാര്യസിന് പോലും ആ ഡീവിയന്റിനെ കൊല്ലാൻ പറ്റിയില്ലെന്ന് അവർ പറയുന്നു. പക്ഷെ അണ്ണൻ അതൊന്നും വലിയ കാര്യമാക്കാതെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പൈ കേക്ക് എടുത്തോണ്ട് വരുന്നത്. പക്ഷെ അപ്പോഴാണ് ആ വേദനിപ്പിക്കുന്ന വാർത്ത അണ്ണൻ കേൾക്കുന്നത്. അജാക് കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് കേട്ട ഉടനെ വിഷമം സഹിക്കാൻ വയ്യാതെ അണ്ണൻ ആ പൈ കേക്ക് താഴെയിടുവാണ്. എന്നിട്ട് വളരെ വിഷമത്തോടെ അണ്ണൻ വന്ന് അവിടെ ഇരിക്കുന്നു. കേക്ക് ഉണ്ടാക്കി വെച്ച പാത്രമൊക്കെ അണ്ണൻ ദേഷ്യം കൊണ്ട് ഞെരിച്ചുടയ്ക്കുവാണ്. കാര്യം ഇവരൊക്കെ അകന്നു മാറിയാണ് നിൽക്കുന്നതെങ്കിലും ഒരു ഇറ്റേണൽ ഒരിക്കലും മരിക്കില്ലെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുള്ളതുപോലെ തീനയുടെ കാര്യമൊക്കെ ഇപ്പൊ നോക്കുന്നത് അണ്ണനാണ്. തീനയ്ക്ക് മാഡ് വയർ സംഭവിച്ചു കഴിഞ്ഞാണല്ലോ എല്ലാ ഇറ്റേണൽസും വേറെ വേറെ വഴിക്ക് പോയത്. അന്ന് തൊട്ട് അണ്ണനും തീനയും ഒരുമിച്ച. തീന അവിടെ ദൂരെ മാറിയിരുന്ന് എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. ബാക്കി ഇറ്റേണൽസ് തീനയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അണ്ണൻ അവരെ തടയുന്നുണ്ട്. എന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നു. അതിന്റെ അർത്ഥം എന്താ? തീനയുടെ മാഡ് വയറി പ്രോബ്ലം ഇപ്പോഴും ശരിയായിട്ടില്ല. ഒരുപക്ഷെ തീനയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അണ്ണന് മാത്രമായിരിക്കും. അണ്ണൻ ചെന്ന് തീനയോട് ഇത് ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കാൻ പറയുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ തീന അണ്ണനെ തന്നെ ആക്രമിക്കുവാണ്. പക്ഷെ അണ്ണൻ ഇതൊക്കെ പരിചയമായി. ആൾ സിമ്പിൾ ആയിട്ട് തീനയെ തടഞ്ഞു. ഈ സമയത്തും തീനയ്ക്ക് മാഡ് വയർ സംഭവിച്ചിരിക്കുന്നു. മനസ്സിന്റെ താളം തെറ്റിയിരിക്കുന്നു. അവൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. സെഞ്ചുറി 6 എല്ലാവരും മരിക്കാൻ പോവാണ്. നമ്മൾക്കത് തടയാൻ പറ്റില്ല. നമ്മൾക്ക് അവിടെയുള്ളവരെ രക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് തീന പറയുന്നത്. അണ്ണൻ തീനയോട് ഒന്ന് ശാന്തയാവും പറയുന്നുണ്ട്. പക്ഷെ തീന അപ്പൊ കേൾക്കുന്നില്ല. അവൾ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോഴേക്കും സ്പ്രൈറ്റ് അവളുടെ ഇല്യൂഷൻ വെച്ച് അവിടെയൊക്കെ മാറ്റുവാണ്. അവൾ അതൊരു ഡോമോഷിപ്പിന്റെ ഉള്ളിലെ ഭാഗം പോലെയാക്കി. എന്നിട്ട് പണ്ട് ഇവരിങ്ങോട്ട് വന്നതും ഇവർ തമ്മിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എല്ലാവരും ആദ്യമായിട്ട് അരിഷ്യത്തിന്റെ മുന്നിൽ ഇരുന്നത് തൊട്ട് അവൾ ഒരു ഇറ്റേണൽ ആണെന്നും ഒളിമ്പ്യ ഗ്രഹത്തിലെ ഒരു മികച്ച പോരാളിയായിരുന്നെന്നും ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറിയവളാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. യുദ്ധത്തിന്റെ ദേവതയായിട്ടാണ് പലരും തീനയെ കണക്കാക്കുന്നത്. നീ ആരാണെന്ന് സ്വയം ആലോചിച്ച് നോക്കാൻ സ്പ്രൈറ്റ് പറയുന്നു. അണ്ണന് തീനയുടെ കൈ തൊട്ട് ഓർമ്മകളെ ഒരിക്കലും കൈവിടാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പൊ തീനയ്ക്ക് സ്വന്തം ബോധം വരുവാണ്. അങ്ങനെ അവൾ ആക്രമിക്കുന്നത് നിർത്തി. ഇപ്പൊ തന്നെ ഏതൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. സത്യത്തിൽ ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ യുദ്ധത്തിന്റെ ദേവതയായിട്ട് കണക്കാക്കുന്ന ഒരു ദേവതയാണ് അദീന. ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദീനയും തീനയും തമ്മിൽ പേരിൽ ചെറിയ സാമ്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ തീനയെ കണ്ടിട്ടാവണം ഏതൻസിലുള്ളവർ അവളെ ഒരു ദേവതയായിട്ട് കണക്കാക്കി അദീന എന്നുള്ള പേരിട്ട് ആരാധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തീനയും മറ്റുള്ള ഇറ്റേണൽസും വീണ്ടും കണ്ടുമുട്ടുവാണ്. നമ്മളുടെ അണ്ണൻ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി. എന്തായാലും അണ്ണന്റെ കുക്കിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അണ്ണൻ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഇത്രയും നാൾ ജീവിച്ച തീന ശരിക്കും ലക്കിയാന്നാണ് അവർ വിചാരിക്കുന്നത്. അണ്ണൻ കൊടുക്കുന്ന വൈൻ കിങ്ങോക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അണ്ണൻ പറയുന്നു ട്രോയിലെ യുദ്ധ സമയത്ത് അതിലെ പോരാളികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത വൈൻ അതെന്ന്. ട്രോയിലെ യുദ്ധത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഐസ് ഓഫ് വക്കാണ്ട എന്ന് പറയുന്ന സീരീസ് ചെയ്തപ്പോൾ അതിലൊരു എപ്പിസോഡ് ട്രോയ് യുദ്ധത്തെ പറ്റിയായിരുന്നു. ട്രോജൻ വാർ, ട്രോജൻ കുതിര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ യുദ്ധത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ തൊട്ടടുത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന് പറയുന്ന സിനിമയും ഈ യുദ്ധം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ യുദ്ധത്തിന്റെ സമയത്തൊക്കെ അണ്ണൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. കരുൺ പട്ടേൽ തീനയെ നോക്കി ചിരിക്കുമ്പോൾ തീന കരുണിന് അത്ര വിശ്വാസമില്ലാത്തതുപോലെ ഒന്ന് കലിപ്പിച്ചാണ് നോക്കുന്നത്. ഈ സമയത്ത് കിങ്ങോ ചോദിക്കുന്നു തീനയുടെ മൈൻഡിന് പ്രശ്നമുള്ളതുകൊണ്ട് അവൾക്ക് കുടിക്കാൻ വൈനും ബിയറൊക്കെ കൊടുത്താൽ ശരിയാവുമെന്നാണ്. അപ്പൊ അണ്ണൻ പറയുന്നു തീനയ്ക്ക് കൊടുത്തേക്കുന്നത് ചെറിയ കുട്ടികൾക്ക് കുടിക്കാനുള്ള സംഭവമാണ്, നമ്മളുടെ സ്പ്രൈറ്റിന് കൊടുത്ത പോലെ. കാരണം സ്പ്രൈറ്റ് ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണല്ലോ. അതുകൊണ്ട് തീനയ്ക്ക് സ്പ്രൈറ്റിനും ആൽക്കഹോൾ ഒന്നും ഇല്ലാത്ത ചെറിയ പിള്ളേർക്കുള്ള സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അത് കുടിച്ചാൽ പാമ്പാവില്ല. സ്പ്രൈറ്റിനാണെങ്കിൽ തന്നെ ചെറിയ കുട്ടി എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവളെ കളിയാക്കി ചിരിക്കുന്ന അണ്ണനിട്ട് സ്പ്രൈറ്റ് ഒരു പണി കൊടുക്കുകയാണ്. അവൾ ഇല്യൂഷൻ വെച്ച് അണ്ണന്റെ ഡ്രസ്സ് മാറ്റി ഒരു ചെറിയ ഉണ്ണിവാവിക്ക് ഇടുന്ന ഡ്രസ്സാക്കി മാറ്റുന്നു. ഇതിന്റെ ഇടയ്ക്ക് അണ്ണൻ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വൈനിന്റെ റെസിപ്പി ടോൺസ്ബർഗിലെ യുദ്ധത്തിന്റെ ഇടയ്ക്ക് അണ്ണന് ഓഡിൻ പഠിപ്പിച്ചു കൊടുത്തതാണെന്ന്. ഇതൊക്കെ തള്ളുന്നതാണോ അതോ ശരിക്കുള്ളതാണോ എന്ന് അറിയില്ല. എന്തായാലും അണ്ണൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് നമുക്കറിയാം. തോർ 1 ടോൺസ്ബർഗിൽ വെച്ച് ഓഡിൻ ഭൂമിയിൽ വന്ന് യുദ്ധം ചെയ്യുന്നതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അണ്ണൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെന്താ കുമ്പിടിയോ? എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പോഴാണ് അണ്ണൻ സ്പ്രൈറ്റ് തനിക്കിട്ട് പണിഞ്ഞ കാര്യം മനസ്സിലാക്കുന്നത്. അണ്ണൻ പെട്ടെന്ന് സ്പ്രൈറ്റിനോട് സോറി പറഞ്ഞിട്ട് ഉണ്ണിവായുടെ ഡ്രസ്സ് മാറ്റാൻ പറയുന്നു. കാരണം എല്ലാവരും അണ്ണനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സ്പ്രൈറ്റ് അത് മാറ്റി കൊടുത്തു. അപ്പോഴാണ് കിങ്ങോ വേറൊരു കാര്യം പറയുന്നത്. ഓഡിന്റെ മകൻ തോർ ചെറുതായിരുന്നപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, തന്റെ ചുറ്റും കിടന്ന് ഓടി കളിക്കാറുണ്ടെന്ന്. അത് ഇച്ചിരി കൂടുതലല്ലേ കിങ്കോ? എന്തായാലും ഇപ്പൊ തോർ അതൊക്കെ മറന്നുപോയി. ഇപ്പൊ വലിയ അവെഞ്ചർ ആയതുകൊണ്ട് ഞാൻ കോൾ വിളിക്കുമ്പോൾ എടുക്കാറൊന്നുമില്ല എന്നാണ് കിങ്ങോ പറയുന്നത്. ആക്ച്വലി ഇത് തള്ളുന്നതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യവർക്ക് കുറെ ഏജ് ഉണ്ടെങ്കിലും ഇതൊക്കെ അങ്ങനെ വിശ്വസിക്കും. അപ്പൊ സ്പ്രൈറ്റ് പറയുന്നു അവെഞ്ചേഴ്സിന്റെ നേതാവാനായിട്ട് ഇപ്പൊ ക്യാപ്റ്റൻ അമേരിക്കയും ഇല്ല, ടോണി സ്റ്റാർക്കും ഇല്ല. ഇനി ആരവരുടെ ലീഡർ ആവുക? അപ്പോഴാണ് ഇക്കാരിസ് പറയുന്നത് വേണമെങ്കിൽ ഞാനാവാന്ന്, എന്നെ കൊണ്ട് അവെഞ്ചേഴ്സിന്റെ നേതാവാൻ പറ്റുന്നാണ് ഇക്കാരിസ് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും അണ്ണൻ ഇക്കാരിസിന്റെ വായ അടപ്പിച്ചു. അണ്ണൻ പറയുന്നു നമ്മൾ ഇറ്റേണൽസിന്റെ ലീഡർ ആവാൻ പോലും അജാക് നിന്നെ അല്ലല്ലോ തെരഞ്ഞെടുത്ത്, എന്നിട്ടാണ് നീ അവെഞ്ചേഴ്സിന്റെ ലീഡർ ആവാൻ പോകുന്നത്. അതോടെ പാവം ഇക്കാരിസിന്റെ വായ അടഞ്ഞു പോയി. പക്ഷെ ഇക്കാരിസ് തിരിച്ചും അണ്ണനാണ് കൊടുക്കുന്നുണ്ട്. എന്താ ഗിൽഗമേഷ്, നിനക്ക് എന്നെ പോലെ പറക്കാൻ പറ്റാത്തതിന് അസൂയില്ലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാം. നോ ഇക്കാരിസ്, പറക്കാൻ പറ്റുന്ന അത്ര ഒരു കാര്യമൊന്നുമല്ല. പിന്നെ പറക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ ഞാനല്ലേ? അതെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു അസൂയില്ല. അപ്പൊ അവരിങ്ങനെ പരസ്പരം ചെറിയ തമാശയൊക്കെ പറഞ്ഞ് വീണ്ടും കണക്ട് ആയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് സെർസിക്ക് പെട്ടെന്ന് എന്തോ ടെൻഷൻ വരുവാണ്. അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി. അപ്പൊ കിങ്ങോ ആ വൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നു ഗിൽഗമേഷ് നീ ഉണ്ടാക്കിയ ഈ വൈൻ അടിപൊളിയാ, നിനക്ക് വേണമെങ്കിൽ ഇതൊരു ബിസിനസ്
പാസ്സാക്കാം. നീ ഇത് കുപ്പിയിലാക്കി വിൽക്കുമ്പോ വേണമെങ്കിൽ എന്റെ മുഖം അതിലൊട്ടിച്ചോ, എന്റെ പടം കണ്ട ആളുകൾ വാങ്ങും, കാരണം എനിക്ക് അത്രയും ഫാൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കിങ്ങോ. ഈ വൈൻ ഞാൻ എന്റെ സ്വന്തം കാലുകൊണ്ട് ചവിട്ടിപ്പിഴിഞ്ഞുണ്ടാക്കിയതാ, നീ ഇഷ്ടമുള്ള അത്രയും കുടിച്ചോ. അണ്ണൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോ കിങ്ങോ കുടിച്ച വൈൻ ഗ്ലാസ്സിലേക്ക് തന്നെ തുപ്പിയിടുവാണ്. ഈ സമയത്ത് സെർസി പുറത്തുപോയിട്ട് നോക്കുന്നത് തീന അവിടെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. അതിലേതോ ഒരു ഗ്രഹം നശിക്കുന്ന പോലെയൊക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അണ്ണൻ അങ്ങോട്ട് വന്നിട്ട് പറയാൻ തുടങ്ങി, കുറെ കാലങ്ങളായിട്ട് തീനയുടെ കൂടെ അണ്ണനാണല്ലോ ജീവിക്കുന്നത്. മാഡ് വയർ എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോഴൊക്കെ തീന ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. തീന മുന്നേ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്നതായി അവൾക്ക് തോന്നുന്ന ഒരു ഗ്രഹമുണ്ട്, സെഞ്ചുറി 6. ആ ഗ്രഹം ഭൂമികുലുക്കം കാരണവും പൊട്ടിത്തെറികൾ കാരണവും ഇല്ലാതെയായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ആ ഗ്രഹം ഇല്ലാതെയായതോടെ മരിച്ചു. അത് തടയാൻ തീന ശ്രമിച്ചിരുന്നു, പക്ഷെ അവൾക്കത് സാധിച്ചില്ല. അതിന്റെ ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം തീനയ്ക്കുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഓരോ വട്ടം മാഡ് വയർ വരുമ്പോഴും തീന പറയാറുള്ളത്. ഇതൊരു പക്ഷേ തീനയുടെ വെറും തോന്നലായിരിക്കാം. അപ്പൊ സെർസിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. കുറച്ച് ദിവസം മുന്നാണ് ഭൂമിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഡീവിയൻസ് വരാൻ തുടങ്ങിയത്, ഇവർ ആക്രമിക്കാൻ തുടങ്ങിയത്, അജാക്കിനെ കൊന്നു കളഞ്ഞത്. ഈ തീന പറയുന്ന കാര്യവും ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. എന്തായാലും അന്ന് ഭൂമികൾക്കുണ്ടായ കാര്യം അണ്ണനെ അറിഞ്ഞില്ല. അണ്ണൻ കുടിച്ച് പാമ്പായതുകൊണ്ട് ഭൂമി കുലുങ്ങിയതുപോലെ തോന്നിയതായിരിക്കും എന്നാണ് അണ്ണൻ വിചാരിച്ചത്. അണ്ണനെ സമ്മതിക്കണം. പക്ഷെ സെർസിക്ക് ഇപ്പോഴും സംശയമാണ്, എന്തിനായിരിക്കും അജാക്ക് തന്നെ തെരഞ്ഞെടുത്ത്? ആ ഗോൾഡൻ ബോൾ തന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും അത് വെച്ച് അരിഷത്തിനോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് പോലും സെർസിക്ക് അറിയില്ല. അവൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും അരിഷത്തിനോട് സംസാരിക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അണ്ണൻ സെർസിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു, നീ ട്രൈ ചെയ്യുന്നത് നിർത്ത്, ഒരുപക്ഷെ സമയമാകുമ്പോൾ ശരിക്കും അത് സംഭവിക്കുന്നതാണ് അണ്ണൻ പറയുന്നത്. ഇത് കേൾക്കുന്ന സെർസി അവിടെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി സൈലന്റ് ആയിട്ട് ഇരിക്കുവാണ്. എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കി അവൾ അവളുടെ കൈ ഭൂമിയിൽ വെച്ച് എന്നിട്ട് അവൾ അരിഷത്തിനെ ധ്യാനിക്കുന്നു. അങ്ങനെ ചെയ്തതോടെ അവളുടെ ഉള്ളിൽ നിന്ന് ഗോൾഡൻ ബോൾ പുറത്തേക്ക് വരുവാണ്. അവൾക്ക് മുന്നിൽ വീണ്ടും അരിഷം പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴാണ് നമ്മൾക്ക് അരിഷത്തിന്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുന്നത്. അയാളുടെ കൈകളുടെ ഉള്ളിൽ ചെറിയൊരു മണൽത്തരി പോലെയാണ് നമുക്ക് സെർസിയെ കാണാൻ പറ്റുന്നത്. സെർസി അരിഷത്തിനെ കണ്ട ഉടനെ ഡീവിയൻസ് തിരിച്ചു വന്നതും അജാക്ക് കൊല്ലപ്പെട്ടതും ഒക്കെ പറയുന്നു. അജാക്കിന്റെ പവർ ഡീവിയൻസ് വലിച്ചെടുത്തതായിട്ടും സെർസി പ്രത്യേകം പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കും ഭൂമിയിൽ കുറച്ചു ദിവസം ഉണ്ടായ ഭൂമി കുലുക്കത്തിനും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും എന്നുള്ള ഡൗട്ടും സെർസി പറയുന്നു. അപ്പോഴാണ് അരിഷം സെർസിയെയും നമ്മളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ഇതൊക്കെ എമർജൻസിന്റെ സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളായിരിക്കുമെന്ന്. എന്താ ഈ എമർജൻസി എന്ന് സെർസിക്ക് മനസ്സിലായില്ല. അപ്പോ അരിഷം എറ്റേണൽസ് ഭൂമിയിലേക്ക് ചെന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ അജാക്ക് അരിഷത്തിനോട് സംസാരിച്ചപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഭൂമിയോട് യാതൊരു ഇമോഷണൽ ടച്ചും വേണ്ടാന്നും അരിഷം അജാക്കിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓരോ ബില്യൺ വർഷങ്ങളിലും ഒരു സെലസ്റ്റിയൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഈ സെലസ്റ്റിയൽ ഉണ്ടായാലാണ് പ്രപഞ്ചത്തിൽ പുതിയ ഗ്രഹങ്ങളും ഗാലക്സികളും ഒക്കെ ഉണ്ടാവും. പ്രപഞ്ചത്തിൽ പ്രകാശം നിലനിൽക്കൂ. കാരണം സെലസ്റ്റിയൽ ആണല്ലോ അതൊക്കെ ചെയ്യുന്നത്. പുതിയ സെലസ്റ്റിയൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രഹങ്ങളിൽ അരിഷം ഒരു വിത്ത് പാകും, ഒരു സെലസ്റ്റിയലിന്റെ വിത്ത്. ഈ വിത്ത് മുളച്ച് ഒരു വലിയ സെലസ്റ്റിയലായി മാറാൻ കുറേയധികം വർഷങ്ങൾ എടുക്കും. ഇങ്ങനെ ഒരുപാട് വിത്തുകൾ യൂണിവേഴ്സിലുടനീളം ഒരുപാട് ഗ്രഹങ്ങളിൽ നട്ടുവെച്ചിട്ടുണ്ട്. പണ്ട് ഈഗോ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഭൂമിയിൽ വിത്ത് നട്ടതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഏകദേശം അതുപോലെ തന്നെയാണ് ഇതും. പക്ഷെ ഇത് പുതിയൊരു സെലസ്റ്റിയലിനെ ജനിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അരിഷം നമ്മളുടെ ഗ്രഹമായിട്ടുള്ള ഭൂമിയിലും ഒരു സെലസ്റ്റിയലിന്റെ വിത്ത് നട്ടിട്ടുണ്ട്. ടയമട്ട് എന്നാണ് പുതിയതായിട്ട് ജനിക്കാൻ പോകുന്ന ആ സെലസ്റ്റിയലിന്റെ പേര്. നമ്മളുടെ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലായിട്ടാണ് ഈ വിത്ത് നട്ടുവെച്ചിരിക്കുന്നത്. ടയമട്ട് എന്ന് പറയുന്ന ഈ സെലസ്റ്റിയലിന് ജനിക്കാനായിട്ട് ഒരുപാട് എനർജി ആവശ്യമാണ്. ഈ എനർജി അത് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കും. അത് മാത്രമല്ല, ഒരു പ്രധാന കണ്ടീഷൻ ഉണ്ട്. ഒരു പുതിയ സെലസ്റ്റിയൽ ജനിച്ചു വരണമെങ്കിൽ അതിന്റെ വിത്ത് നട്ടിരിക്കുന്ന ഗ്രഹത്തിലെ ഇന്റലിജന്റ് ലൈഫ് ഫോംസിന്, അതായത് മനുഷ്യരെ പോലെ ബുദ്ധിയുള്ള ജീവികളുടെ എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ബുദ്ധിയുള്ള മനുഷ്യരുടെ എനർജിയിൽ നിന്നാണ് ഈ സെലസ്റ്റിയൽ ഭൂമിയുടെ അടിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം കൂടി ഒരു പ്രത്യേക എണ്ണം എത്തിക്കഴിയുമ്പോൾ ഈ സെലസ്റ്റിയലിന് ആവശ്യമുള്ള അത്ര എനർജി കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഈ സെലസ്റ്റിയലിന്റെ, അതായത് ടയമട്ടിന്റെ വളർച്ച പൂർണ്ണമാവുകയും അത് ഭൂമിയെ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് പുറത്തേക്ക് വരികയും ചെയ്യും. എന്നിട്ട് ഈ ടയമട്ട് പോയി ബാക്കിയുള്ള സെലസ്റ്റിയൽസിന്റെ പോലെ അതിന്റെ പണികൾ ചെയ്യും. പുതിയ ഗ്രഹങ്ങളും ഗാലക്സിയൊക്കെ ഉണ്ടാക്കൽ. അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്. പക്ഷെ ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഭൂമി നശിക്കും, ഭൂമിയിലുള്ള എല്ലാ ജീവനും നശിക്കും. അപ്പൊ ഇതിനെപ്പറ്റിയാണ് അജാക്ക് നേരത്തെ അരിഷമിനോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത്. ഭൂമിയിലെ മനുഷ്യർ വളരെ നല്ലവരാണ്. അരിഷത്തിന്റെ പ്ലാനിന് വേണ്ടി ഒരു പക്ഷെ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. ഇങ്ങനെയൊക്കെ അജാക്ക് പറയാൻ കാരണം ഇതാണ്. ഇനിയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യവും കൂടി അരിഷം പറയുന്നത്. ഡീവിയൻസ് എവിടെ നിന്നെങ്കിലും വന്നവരല്ല. ഡീവിയൻസിനെ ഉണ്ടാക്കിയതും അരിഷം തന്നെയാണ്. എന്തിനാണെന്നറിയോ? മനുഷ്യരെ പണ്ടുണ്ടായിരുന്ന ദിനോസറുകളെ പോലെയുള്ള അപ്പെക്സ് പ്രഡേറ്റേഴ്സിൽ നിന്ന് രക്ഷിക്കാൻ. ഒന്നുകൂടി സിമ്പിളായി പറയാം, ഒരു പുതിയ സെലസ്റ്റിയലിന്റെ ജന്മമാണ് എമർജൻസ് എന്ന് പറയുന്നത്. ഭൂമിയിൽ സെലസ്റ്റിയലിന്റെ വിത്ത് അരിഷം നട്ടുവെച്ചു. കോടിക്കണക്കിന് വർഷം എടുത്ത് അത് ഭൂമിയുടെ ഉള്ളിൽ വളരും. എന്നിട്ട് ഒരു ദിവസം അത് ഭൂമിയെ പൊട്ടിത്തെറിപ്പിച്ച് പുറത്തേക്ക് വരും. അതിനെയാണ് എമർജൻസ് എന്ന് പറയുന്നത്. ഈ ടയമട്ട് എന്ന് പറയുന്ന സെലസ്റ്റിയലിന് വളരണമെങ്കിൽ ഭൂമിയിലെ ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യരുടെ എണ്ണം ഒരു വലിയ സംഖ്യയിൽ എത്തണം. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് ദിനോസറിനെ പോലെയുള്ള ജീവികൾ ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മനുഷ്യരെ ആ ജീവികൾ എല്ലാവരും കൂടി കൊന്നൊടുക്കിയാനെ. അങ്ങനെ കൊന്നൊടുക്കുകയാണെങ്കിൽ എമർജൻസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവികൾ, അതായത് മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല. ടയമട്ട് എന്ന് പറയുന്ന
പറയുന്ന സെലസ്റ്റിയൽ ജനിക്കുകയില്ല. അപ്പോൾ മനുഷ്യരുടെ കുലം നശിക്കാതിരിക്കണമെങ്കിൽ ദിനോസറിനെ പോലെയുള്ള വേട്ടയാടി തിന്നുന്ന വലിയ ജീവികളെ തടയാൻ ആരെങ്കിലും അരിശത്തിന് ഏൽപ്പിക്കേണ്ടി വരും. അതിനുവേണ്ടി അരിശം ആദ്യമായിട്ട് ഡീവിയൻസിനെ ഭൂമിയിലേക്ക് അയക്കുന്നു. ഡീവിയൻസ് അരിശം ഏൽപ്പിച്ച പണി അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. അവർ മനുഷ്യരെ തിന്നാൻ വരുന്ന വലിയ വലിയ ജീവികളെ കൊന്നൊടുക്കി. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഡീവിയൻസിന് പരിണാമം സംഭവിച്ചു. അവർ പതുക്കെ പതുക്കെ മനുഷ്യരെ തന്നെ പിടിച്ച് തിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് ഡീവിയൻസ് മനുഷ്യർക്കൊരു ഭീഷണിയാവുന്നത്. അപ്പോഴാണ് അരിശം തീരുമാനിച്ചത് പ്രായമാവാത്ത എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം സംഭവിക്കാത്ത മനുഷ്യരുടെ ഇടയിൽ ഇടപഴകി ജീവിക്കാൻ പറ്റുന്ന തരം കൃത്രിമമായിട്ടുള്ള ജീവികളെ നിർമ്മിക്കണമെന്ന്. ആ കൃത്രിമമായി അരിശം നിർമ്മിച്ച ജീവികളാണ് ഇറ്റേണൽസ് എന്ന് പറയുന്നവർ. ഇറ്റേണൽസ് മനുഷ്യരല്ല, മെഷീൻസ് അല്ല. ഇത് രണ്ടും അല്ലാതെ കോസ്മിക് എനർജി വെച്ച് അരിശം നിർമ്മിച്ച പ്രത്യേകതരം ജീവികളാണ് ഇറ്റേണൽസ് എന്ന് പറയുന്നത്. അവരെ നിർമ്മിച്ചത് വേൾഡ് ഫോർജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി വെച്ചാണ്. ഇതൊക്കെ സെർസിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുന്നേ അയച്ച ഡീവിയൻസിന് പരിണാമം സംഭവിച്ചപ്പോഴാണ് അവർ മനുഷ്യരെ തന്നെ പിടിച്ചു തിന്നാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇറ്റേണൽസിന് ഉണ്ടാക്കിയ പരിശ്രമം ആ കാര്യം ശ്രദ്ധിച്ചു. ഇറ്റേണൽസിന് പ്രായമാവില്ല, പരിണാമം സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനാണ് അവർ അയച്ചത് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈ 10 ഇറ്റേണൽസ് മാത്രമല്ല ഉള്ളത്. പ്രപഞ്ചത്തിലെ ഓരോ ഗാലക്സിയിലും ഓരോ ഗ്രഹത്തിലും ഒരുപാട് ഇറ്റേണൽസിനെ അരിശം ഇങ്ങനെ ഉണ്ടാക്കി അയച്ചിട്ടുണ്ട്. പല ഗ്രഹങ്ങളിലും ഇതേപോലെ തന്നെ പുതിയ സെലസ്റ്റികൾ ജനിക്കാനായിട്ടുള്ള വിത്തുകൾ നട്ടുവെച്ചിട്ടുണ്ട്. അപ്പൊ ഇറ്റേണൽസ് ഇത്രയും നാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ഡീവിയൻസിനെ കൊന്ന് മനുഷ്യരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? മനുഷ്യരുടെ എണ്ണം ഒരു വലിയ സംഖ്യയിലേക്ക് എത്തിക്കാൻ. അതെന്തിനു വേണ്ടിയാ? ആ മനുഷ്യരുടെ എനർജി കാരണം ടൈമട്ട് എന്ന് പറയുന്ന പുതിയ സെലസ്റ്റിയൽ ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് എമർജൻസി സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഭൂമി മുഴുവൻ പൊട്ടിപ്പിളർന്നു പോകും. ഇത്രയും നാളുകൾ സംരക്ഷിച്ചുകൊണ്ട് വന്ന മനുഷ്യരൊക്കെ ഒരു സെക്കൻഡ് കൊണ്ടില്ലാതെയോ പുതിയൊരു സെലസ്റ്റിയലിന്റെ ജനനത്തിന് വേണ്ടി. ഇതൊക്കെ കേട്ട് സെർസി ആകെ ഞെട്ടിപ്പോയി. ഇത് അജാക്കിന് അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത് അജാക്കിന് അറിയാമായിരുന്നു, ഇത് നിനക്കും അറിയാമായിരുന്നു. അജാക്കും നിങ്ങളും ഒക്കെ മറ്റ് ഗ്രഹങ്ങളിലും സെലസ്റ്റിയൽസ് ജനിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവർ ഒളിമ്പിയയിൽ നിന്ന് വന്ന ഹീറോസ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അരിശമയുടെ മനസ്സിൽ പ്രോഗ്രാം ചെയ്തു വെച്ചൊരു നുണ മാത്രമാണ്. ഒളിമ്പിയ എന്ന് പറഞ്ഞൊരു ഗ്രഹം പോലും ഇല്ല. ഇവരെ അരിശം വേൾഡ് ഫോർജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി നിർമ്മിച്ചു വിട്ടതാണ്. പ്രോഗ്രാം ചെയ്ത റോബോട്ടുകൾ പോലെയാണ് ഇറ്റേണൽസ്. അവിടെ സെർസിക്ക് അവളുടെ തന്നെ പഴയ രൂപം കാണാൻ പറ്റുന്നുണ്ട്. അവളെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുൻപ് അവളെ നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് രൂപം. അതേ ഫാക്ടറിയിൽ എണ്ണാൻ പറ്റാത്തത്ര ഇറ്റേണൽസിനെ അരിശം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളും മുന്നും മറ്റു ഗ്രഹങ്ങളിൽ പോയി മിഷൻ ചെയ്തിട്ടുള്ളതും അവിടെ ടൈമട്ടിനെ പോലെയുള്ള പുതിയ സെലസ്റ്റിയലിന് ഉണ്ടാവാൻ വേണ്ടി സഹായിച്ച കാര്യമൊന്നും എന്തുകൊണ്ട് സെർസിക്ക് മറ്റ് ഇറ്റേണൽസിന് ഓർമ്മയില്ല. അപ്പോഴാണ് അരിശം വീണ്ടും ആ കാര്യം പറയുന്നത്. ഓരോ മിഷൻ കഴിയുമ്പോഴും, അതായത് ഓരോ ഗ്രഹത്തിലും ഒരു സെലസ്റ്റിയലിന്റെ ജനനത്തിന് വേണ്ടി ഇറ്റേണൽസ് അവിടെ പോയി പണിയെടുത്ത് സഹായിച്ച് കഴിഞ്ഞ് ആ ഗ്രഹം പൊട്ടിത്തെറിപ്പിച്ച് സെലസ്റ്റിയൽ പുറത്തു വന്ന് കഴിയുന്നതോടെ അരിശം ഇറ്റേണൽസിനെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ അത്രയും നാളത്തെ ഓർമ്മ മായ്ച്ചു കളയും. ആക്ച്വലി മായ്ച്ചു കളയില്ല, അവരുടെ ഓർമ്മയെടുത്ത് അരിശം ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റോർ ചെയ്തു വെക്കും. അങ്ങനെ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഇറ്റേണൽസിനെ വീണ്ടും അരിശമിന് ഇഷ്ടമുള്ളതുപോലത്തെ ഓർമ്മകൾ കൊടുത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് പുതിയൊരു ഗ്രഹത്തിലേക്ക് മറ്റൊരു സെലസ്റ്റിയലിന്റെ ജനനത്തിന് വേണ്ടി സഹായിക്കാനായിട്ട് അയക്കും. ഇതാണ് ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇറ്റേണൽസിന്റെ പഴയ ഓർമ്മകൾ അവരുടെ തലയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് അത് ശേഖരിച്ചു വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഡീവിയൻസിനെ പറ്റി അരിശത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഡീവിയൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ആക്രമിക്കുന്നുണ്ട്, എത്രത്തോളം ശക്തരാണ്, എത്രത്തോളം പരിണമിച്ചു, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. അപ്പൊ ഡീവിയൻസിനെ ഉണ്ടാക്കിയതും ഇറ്റേണൽസിനെ ഉണ്ടാക്കിയതും ഭൂമിയിൽ സെലസ്റ്റിയലിന്റെ വിത്ത് നട്ടതും മനുഷ്യരെ സംരക്ഷിക്കാൻ പറഞ്ഞതും ഇനി സെലസ്റ്റിയൽ ജനിക്കുമ്പോൾ ആ ഭൂമി പൊട്ടിത്തെറിച്ച് മനുഷ്യരൊക്കെ മരിക്കാൻ കാരണവും ഇതൊക്കെ അരിശം തന്നെയാണ്. അവസാനമായിട്ട് അരിശം ഒരു കാര്യം കൂടിയാണ് പറയുന്നുള്ളൂ. സെർസി, അജാക് നിന്നെ ഇറ്റേണൽസിന്റെ അടുത്ത ലീഡറായി തെരഞ്ഞെടുത്തു. നീയാണിപ്പോ പ്രൈം ഇറ്റേണൽ. എന്റെ പ്ലാനുകൾ നീയും മറക്കരുത്. എന്ത് വില കൊടുത്തും എമർജൻസി നടന്നേ പറ്റൂ. അതിന്റെ ഇടയ്ക്ക് ഭൂമിയോ മനുഷ്യരെ നശിക്കുന്നത് അത്ര വലിയ വിഷയമല്ല. ഈ പ്രപഞ്ചം മുന്നേറുന്നത് അങ്ങനെയാണ്. ഒന്ന് നശിച്ചാലേ മറ്റൊന്നിന്റെ തുടക്കത്തിന് കാരണമാവും. ഭൂമിയും മനുഷ്യരെ നശിക്കുന്നത് കൊണ്ട് ടൈമട്ട് എന്ന് പറയുന്ന പുതിയൊരു സെലസ്റ്റിയൽ ഉണ്ടാവാൻ കാരണമാവും. അതേ സെലസ്റ്റിയൽ ചെന്ന് പുതിയ ഗാലക്സികളും ഗ്രഹങ്ങളും ഉണ്ടാക്കും. ഭൂമിയിൽ മരിച്ചതിനേക്കാൾ കോടാനുകോടി അധികം ജീവനുകൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നീ വേറെ ഒന്നും ആലോചിക്കേണ്ട. എന്റെ പ്ലാൻ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെ പറയുന്നതോടെ അരിശത്തിന്റെ കാഴ്ചകൾ സെർസിയുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോവാണ്. ഇതൊക്കെ കേട്ടിട്ട് സെർസിക്ക് വിശ്വസിക്കാനും പറ്റിയില്ല, കരച്ചിലടക്കാനും പറ്റിയില്ല. ആക്ച്വലി ഇതൊക്കെയാണ് സത്യം എന്നറിയുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോവാണ്. ഈ കാര്യമൊക്കെ സെർസി എന്ന് ബാക്കിയുള്ള ഇറ്റേണൽസിനോട് പറഞ്ഞു. അവർ ഞെട്ടി. ഒളിമ്പിയയിലെ വീരന്മാരൊക്കെയാണെന്നാണ് ഇവർ സ്വയം വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്നും പ്രോഗ്രാം ചെയ്ത് വിട്ട് വെറും റോബോട്ട്സിനെ പോലെയുള്ള ആളുകളാണ് തങ്ങളെന്നും അവർക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അതും പണ്ടത്തെ ഓർമ്മകളൊക്കെ മായ്ച്ചു കളയപ്പെട്ട രീതിയിൽ. ഇവരെത്രയും നാൾ പോരാടിക്കൊണ്ടിരുന്ന ഡീവിയൻസിന് ഉണ്ടാക്കിയത് അരിശമാണെന്നും. അപ്പോഴാണ് എല്ലാവർക്കും തീനയുടെയും മാഡ്വയറിയുടെ അർത്ഥം മനസ്സിലായത്. തീനയ്ക്ക് തോന്നുന്നത് വെറും തോന്നലുകളോ ഭ്രാന്തോ ഒന്നുമല്ല. സെഞ്ചുറി 6 എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ ഇതിനു മുമ്പ് ഇറ്റേണൽസിന് ഇതേപോലെ തന്നെ വിട്ടിരുന്നു. അന്നും ആ ഗ്രഹത്തിൽ പുതിയൊരു സെലസ്റ്റിയൽ ജനിക്കാൻ വേണ്ടി, അതായത് എമർജൻസി നടക്കാൻ വേണ്ടി സഹായിക്കാനാണ് ഇറ്റേണൽസിനെ അരിശം അങ്ങോട്ട് അയച്ചത്. അവിടെ ചെന്ന് ഇറ്റേണൽസ് ഡീവിയൻസിനെയൊക്കെ കൊന്നുകളഞ്ഞു. അവിടെയും അവസാനം എമർജൻസി നടന്നു. ഇറ്റേണൽസ് സ്നേഹിച്ച അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരൊക്കെ ആ പൊട്ടിത്തെറിയിൽ മരിച്ചുപോയി. ഇത് തീനയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. എന്നിട്ട് അവിടുന്ന് ഇറ്റേണൽസിനെ കൊണ്ടുവന്ന് അവരുടെ ഓർമ്മകൾ മായ്ച്ചു കളയുന്നതിന്റെ ഇടയ്ക്ക് തീനയുടെ ഓർമ്മകൾ മുഴുവനായി മായ്ച്ചു കളയാൻ അരിശമിന് പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് തീനയ്ക്ക് സെഞ്ചുറി 6 എന്ന് പറയുന്ന ഗ്രഹത്തിലെ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരാറുള്ളതും അവൾക്ക് ഈ മാഡ് വയറ് സംഭവിക്കാറുള്ളതും. അപ്പൊ ആക്ച്വലി
തീന സത്യമാണ് എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സെർസി പറയുന്നത് എമർജൻസിനെ എങ്ങനെയെങ്കിലും തടയണമെന്നാണ്. കുറച്ചുപേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ചുപേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കിങ്ങോ പറയാൻ തുടങ്ങി, സെർസി എന്തൊക്കെ പറഞ്ഞാലും ഒരു സെലസ്റ്റിയൽ ജനിക്കുന്നത് തടയാൻ നമുക്ക് അവകാശമില്ല, നമ്മൾക്കത് ചെയ്യാനും ആവില്ല. ഒരു സെലസ്റ്റിയൽ ജനിച്ചാല് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകും, ഇവിടെ മറ്റ് ഗാലക്സികളും ഗ്രഹങ്ങളും ഉണ്ടാവും. ആക്ച്വലി നമ്മൾ അതിനെ സഹായിക്കുകയല്ല ചെയ്യുന്നത്. നോ കിങ്ങോ, നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ മരിക്കും. അങ്ങനെ കുറെ പേരുടെ മരണം കൊണ്ട് എന്ത് നല്ല കാര്യം നടക്കാൻ പോകുന്നത്? ഈ മനുഷ്യരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടല്ലോ മരിക്കുന്നത്. ഭൂമിയെ പൊട്ടിച്ചിതറിക്കാതെ തന്നെ ടൈമൗട്ടിന് പുറത്തേക്ക് വരാനുള്ള എന്തെങ്കിലും വഴിയുണ്ടാവും. അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ടൈമൗട്ട് ജനിക്കുന്നത് തടയണം. നമുക്ക് ആ ടൈമൗട്ട് എന്ന് പറയുന്ന സെലസ്റ്റിയലിനെ ഉറക്കി കിടത്തിയാലോ? ഡ്രൂയിഗിന് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. അവനെ കൊണ്ട് ചിലപ്പോ ആ സെലസ്റ്റിയലിനെ ഉറക്കാൻ പറ്റിയാലോ? ഗിൽഗമേഷ് എന്താ പറയുന്നത്? ഏതെങ്കിലും മനുഷ്യരെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പോലെ അല്ല ഒരു സെലസ്റ്റിയലിന്റെ കാര്യം. അതിന്റെ വലിപ്പം എന്താണെന്നറിയോ? ഡ്രൂവിനെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ മനുഷ്യരൊക്കെ മരിക്കാൻ വിടണം എന്നാണ് പറയുന്നത്. അതെന്നെ കൊണ്ട് പറ്റില്ല. അത് ശരിയാ സാറ്, ഞാൻ മനുഷ്യനായതുകൊണ്ട് പറയല്ല. പക്ഷെ മനുഷ്യരൊക്കെ മരിക്കുമ്പോ എനിക്കും അത് ഭയങ്കര വിഷമോ. നമുക്ക് തിരിച്ചു പോകാൻ കരുൺ, എനിക്ക് ഇവിടെ നിൽക്കണ്ട. തിരിച്ചു പോയിട്ട് എന്തിനാ സാറേ സിനിമയിൽ അഭിനയിക്കാനോ? നിങ്ങൾ ഇത്രയും വലിയ ഹീറോ ആക്കിയത് ഞങ്ങൾ മനുഷ്യരല്ലേ? മനുഷ്യരുണ്ടായാലല്ലേ സാറിന് ഇനിയും 500 വർഷത്തേക്ക് ബോളിവുഡിൽ അഭിനയിക്കാൻ പറ്റൂ. അതുകൊണ്ട് സാറ് ഇവിടെ കൂടെ നിൽക്കണം എന്നാ ഞാൻ പറയൂ. ശരി കരുൺ, നീ പറയുന്ന പോലെ നടക്കട്ടെ. പിന്നെ ഗിൽഗമേഷ്, നിന്റെ ഈ വൈൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ നീ ഇത് കാലുകൊണ്ട് ചവിട്ടിക്കൂട്ടി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോ എനിക്കിത് കുടിക്കാൻ പറ്റുന്നില്ല. അത് കുടിച്ചോ കിങ്കോ, ഞാൻ മാസത്തിലൊരിക്കൽ കുളിക്കാറുണ്ട്. ഈ സമയത്ത് ഇക്കാരിസ് പറയുന്നു, നമുക്ക് എമർജൻസി തടയാനുള്ള വഴികൾ നോക്കാം. ആദ്യം എല്ലാ ഇറ്റേണൽസിനെയും ഒരുമിച്ച് കൂട്ടണം. അങ്ങനെ ഇവര് ആമസോൺ കാടുകളിലേക്ക് പോവാണ്. അവരിപ്പോ ചെല്ലുന്നത് നമ്മുടെ ഡ്രൂവിന്റെ അടുത്തേക്കാണ്. ഡ്രൂ അവിടെ കാടിന്റെ ഉള്ളിൽ കുറെ ആളുകളുടെ കൂടെ മനസമാധാനമായിട്ട് ജീവിക്കുവാണ്. അവരവിടെ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും എന്തോ ഒരു യൂണിഫോം പോലെയുള്ള ഡ്രസ്സ് ഉണ്ട്. ഇവരെയൊക്കെ ആവശ്യമുള്ളപ്പോൾ ഡ്രൂ മൈൻഡ് കൺട്രോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇറ്റേണൽസ് വന്നതറിഞ്ഞ് ഡ്രൂ പുറത്തേക്ക് വരുവാണ്. ഇവിടെ നിൽക്കുന്ന ആളുകളിലേക്ക് ഒരു നേതാവിനെ പോലെയാണ് ഡ്രൂ. അവൻ പറഞ്ഞ അവരനുസരിക്കും. അങ്ങനെ ഇറ്റേണൽസും ഡ്രൂവും കൂടി സംസാരിക്കാൻ തുടങ്ങി. അജാക്ക് മരിച്ചതും എമർജൻസിന്റെ കാര്യമൊക്കെ കേട്ട് ഡ്രൂവിന് പോലും തല കറങ്ങിപ്പോയി. പക്ഷെ ഡ്രൂവിന് പെട്ടെന്ന് ഇവരോട് ഓക്കെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയോ? ഞാൻ കുറെ മനുഷ്യരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ സേഫ് ആയിട്ട് താമസിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? കാരണം പുറത്തേക്ക് പോയാൽ അവരുടെ മനസ്സിലും വേണ്ടാത്ത ചിന്തകൾ വരും. ദേഷ്യം, ആർത്തി, അസൂയ, അങ്ങനെ ഒരുപാട് വികാരങ്ങളും വരും. പുറമെയുള്ള മനുഷ്യർ ക്രൂരരാണ്. കിങ്ങോയുടെ കൂടെ വന്നിരിക്കുന്ന ഇയാളും ഒരു മനുഷ്യനല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ മനുഷ്യർ തന്നെയായിരിക്കും നിങ്ങളുടെ അവസാനത്തിനുള്ള കാരണം. അയ്യോ അങ്ങനെ പറയില്ല സാർ, ഞങ്ങൾ മനുഷ്യരിൽ കുറെ മോശം ആളുകളുണ്ടെങ്കിലും ഇപ്പോഴും കുറെ നല്ല ആളുകളുണ്ട്. സാർ അവെഞ്ചേഴ്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെ പറയുമ്പോഴേക്കും ഡ്രൂഗ് കരുണിനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അയാളുടെ കയ്യിലിരിക്കുന്ന ക്യാമറ അയാളെ കൊണ്ട് തന്നെ എറിഞ്ഞ് പൊട്ടിപ്പിക്കുകയാണ്. ഇത് കണ്ട് കിങ്ങോക്ക് ദേഷ്യം വന്നു. ഹേയ് ഡ്രൂ, നീ ആരാ നിന്റെ വിചാരം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൂടെ വരുന്നവരെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നിന്നേക്കരുത്. ഓ കിങ്ങോ, നിനക്ക് ഇത്ര പെട്ടെന്ന് ദേഷ്യം വരും? നീ ഇപ്പോ വലിയ ബോളിവുഡ് സ്റ്റാർ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഇത്രയും കാലം അച്ഛനും മകനും ഒക്കെ അഭിനയിച്ച ആൾക്കാരെ പറ്റിച്ച് നിനക്ക് മതിയായില്ലേ? അത് നീയാണോ എന്നോട് പറയുന്നത്? ഞാൻ ഒരാളെ മൈൻഡ് കൺട്രോൾ ചെയ്തോളൂ, നീ എത്ര പേരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇവിടുന്ന് പോവാൻ സെർസി. ഡ്രൂ നമ്മളെ സഹായിക്കുന്നു തോന്നില്ല. എന്താ കാരിസ്, ഞാൻ നിന്നെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന വിചാരിച്ചിട്ടാണ്. അതോർത്ത് പേടിക്കണ്ട. നീ എന്നെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? അത് കാണിച്ചു തരണം ഞാൻ. എന്നാ ഒന്ന് കാണട്ടെ. ഗൈസ്, നിങ്ങളൊന്ന് നിർത്ത്. ഡ്രൂ, ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. നീ എന്താ സെർസി പറയുന്നത്? 7000 വർഷങ്ങൾക്ക് മുന്നേ നമ്മളിവിടെ വന്നപ്പോ നമ്മൾക്കൊരു മിഷൻ തന്നു എന്ന് പറഞ്ഞു. കോടിക്കണക്കിന് വർഷങ്ങളോളം നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നു. ആരോ എഴുതി വെച്ചെന്ന് പറഞ്ഞ കുറെ റൂൾസും അനുസരിച്ച് നമ്മൾ ജീവിച്ചു. അവസാനം നമ്മൾ തെറ്റിപ്പിരിഞ്ഞു. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വന്ന് പറയുന്നു ഒളിമ്പിയ എന്ന് പറഞ്ഞ ഗ്രഹവും ഇല്ല, നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നൊക്കെ വെറും നുണകളായിരുന്നെന്ന്. നമ്മൾ വെറും റോബോട്ടുകളെ പോലെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ജീവികളാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എനിക്കിപ്പോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഡ്രൂ പോവുകയാണ്. ഡ്രൂ പെട്ടെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും അവൻ ആലോചിക്കാൻ ടൈം കൊടുക്കാന്നാണ് സെർസി എല്ലാവരോടും പറയുന്നത്. അങ്ങനെ അവരൊക്കെ കാത്തിരിക്കുന്നു. ഈ സമയത്ത് അണ്ണനും തീനയും കൂടി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ട്. സ്പ്രൈറ്റ് ഇല്യൂഷൻസ് വെച്ച് പഴയ കാര്യങ്ങളൊക്കെ തീനയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ഓർമ്മ വന്നെങ്കിൽ പോലും തീന പണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മ വരുന്നേ ഇല്ല. ഒരുപക്ഷെ ഇനിയും മാഡ്വെയർ സംഭവിച്ച് ഇനിയും എല്ലാവരെയും ആക്രമിച്ചാലോ എന്ന് തീനയ്ക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ അണ്ണൻ അവളോട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നു. പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിലും നീ ഇപ്പോഴും തീന തന്നെയാണ്. പിന്നെ ആക്രമിക്കുകയാണെങ്കിൽ നിന്നെ തടയാൻ ഞാനുണ്ടല്ലോ എന്നാണ് അണ്ണൻ പറയുന്നത്. ഇത്രയും നാൾ തന്നെ നോക്കിയതിനും സംരക്ഷിച്ചതിനും പ്രത്യേകിച്ച് തന്നെ ഇടിച്ച് കൊല്ലാതിരുന്നതിനും തീന അണ്ണനോട് നന്ദി പറയുന്നു. പക്ഷെ അണ്ണൻ അത് ഇനിയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനിയും അണ്ണൻ തീനയെ എത്ര കാലം വേണമെങ്കിലും സംരക്ഷിക്കും. അവരത്രയും നല്ല ഫ്രണ്ട്സ്. അതിന് ഈ പ്ലാനറ്റ് ആയാലും ശരി, വേറെ ഏത് പ്ലാനറ്റ് ആയാലും ശരി. അതായത് ഇനി എങ്ങനെ എമർജൻസി നടന്ന് ഭൂമിയൊക്കെ പൊട്ടിത്തെറിച്ച് നശിച്ച് ഇവരായിരിക്കും തിരിച്ചു കൊണ്ടുപോയി വേറെ ഏതെങ്കിലും പ്ലാനറ്റിലേക്ക് ഓർമ്മയൊക്കെ കളഞ്ഞ് അയച്ചാൽ പോലും അപ്പോഴും തീനയോ അണ്ണനും കൂട്ടുകാരായിരിക്കും എന്നാണ് അണ്ണൻ പറയുന്നത്. ഈ സമയത്ത് ഇക്കാരിസ് അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇക്കാരിസിന്റെ കയ്യിൽ പണ്ട് സെർസി കൊടുത്ത ആ പ്രത്യേക സിമ്പലൊക്കെ ഇരിക്കുന്നുണ്ട്. അവനിപ്പോഴും സെർസി ഇഷ്ടമാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ ദൂരെ നിന്ന് സ്പ്രൈറ്റ് ഇക്കാരിസിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവളുടെ മുഖത്ത് ഭയങ്കരമായിട്ട് വിഷമം കാണുന്നുണ്ട്. ഈ സമയത്ത് കിങ്ങോ അങ്ങോട്ട് വരുന്നു. സ്പ്രൈറ്റ്, നീ ഇക്കാരിസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നോക്കാനായിട്ട് എന്താ കാരണം? എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായെന്ന് പറയുന്നത്? നിനക്ക് ബാക്കി എല്ലാവരെയും പറ്റിക്കാൻ പറ്റും. പക്ഷെ നിന്റെ മനസ്സ് എനിക്ക് അറിയാം സ്പ്രൈറ്റ്. നിനക്ക് പണ്ട് തൊട്ട് ഈ കാരിസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നീ അതൊരിക്കലും അവനോട് പറഞ്ഞില്ല. കാരണം അവന് സെർസി ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ പ്രണയത്തിലായി. അത് മാത്രമല്ല നീ ഒരു ചെറിയ കുട്ടിയുടെ പോലെ ആയതുകൊണ്ട് നിന്റെ ഇഷ്ടം പറഞ്ഞാലും ഈ കാരിസ് ഒരു പക്ഷെ സമ്മതിക്കില്ല. എനിക്കിതൊക്കെ അറിയായിരുന്നു സ്പ്രൈറ്റ്. ഞാൻ നിന്നോട് ഇത്രയും നാൾ ചോദിച്ചിട്ടില്ല എന്നുള്ളൂ. ഐ എം റിയലി സോറി. നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ് ശരിയാക്കിങ്കോ. എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? ഒരു ചെറിയ കുട്ടിയുടെ പോലെ. എന്തിനാ നമ്മളെ പ്രായമാവാത്തവരെ പോലെ ഇങ്ങനെ നരകിക്കാൻ വേണ്ടി വിട്ടത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്പ്രൈറ്റ് ഇമോഷണൽ ആവുകയാണ്. അപ്പോഴാണ്
അപ്പോഴാണ് കാണുന്നത് നേരത്തെ മറ്റേ വലിയ ക്യാമറ പൊട്ടിച്ചു കളഞ്ഞെങ്കിലും കരുൺ പട്ടേൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ചെറിയ ബാക്കപ്പ് ക്യാമറയും കൊണ്ടാണ് വന്നിരുന്നത്. ഈ പറഞ്ഞതൊക്കെ അങ്ങേര് അതിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പ്രൈറ്റിന് ദേഷ്യം വന്നിട്ട് അവൾ പോയി ആ ക്യാമറ മേടിച്ച് പൊട്ടിച്ചു കളയും. എന്നിട്ട് ഇനിയും തന്റെ കയ്യിൽ വേറെ വല്ല ഒളി ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാവം സ്പ്രൈറ്റിന് ഇക്കാരിസിനെ ഭയങ്കര ഇഷ്ടമാണ്. ലണ്ടനിൽ വെച്ച് ഇക്കാരിസിനെ വീണ്ടും കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. അത് കണ്ടപ്പോഴേ ഒരു ഡൗട്ട് തോന്നി. പക്ഷെ അവൾ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലാണ്. അത് മാത്രമല്ല ഇപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. സെർസിയും ഇക്കാരിസിന്റെയും കല്യാണം നടന്നപ്പോൾ ഈറ്റേണൽസ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു. അതില് സ്പ്രൈറ്റിന് മാത്രം വലിയ സന്തോഷമില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിന് ഇതാണ് കാരണം. ഈ സമയത്ത് സെർസി അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡെയിന്റെ വീഡിയോ കോൾ എടുക്കുന്നു. അവരിങ്ങനെ പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഡെയിന്റെ ഡൗട്ടുകൾ ഇതുവരെ തീർന്നിട്ടില്ല. ഇവർ ചരിത്രത്തിൽ ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ആരുടെ കൂടെയൊക്കെ ജീവിച്ചിട്ടുണ്ട്, ഹിറ്റ്ലർ പരിചയമുണ്ടോ, ഗാന്ധിജി പരിചയമുണ്ടോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളാണ് ഡെയിൻ ചോദിക്കുന്നത്. അപ്പൊ സെർസി അവനോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഡെയിൻ, നീ നിന്റെ അങ്കിളുമായിട്ട് എന്തോ വഴക്കായിരുന്നില്ലേ, പക്ഷെ നിനക്ക് അതോർത്ത് ഭയങ്കര വിഷമമായിരുന്നു. അങ്കിളിനോട് പോയി സമാധാനമായിട്ട് സംസാരിച്ച് എല്ലാം ഒത്തു തീർപ്പാക്കാന്നൊക്കെ നീ പറഞ്ഞിരുന്നില്ലേ, അത് നീ ഇപ്പൊ തന്നെ ചെയ്യണം. കാരണം ഇനി അതിന് വേറെ സമയം ഉണ്ടാവില്ല. എന്തായാലും സെർസി പറഞ്ഞതുകൊണ്ട് ഡെയിൻ അത് ചെയ്യാന്ന് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് കോൾ കട്ടാവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് സെർസി ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ സെർസിക്ക് തന്നെ അറിയാം ഒരുപക്ഷെ ഇവരുടെ പ്ലാൻ നടക്കില്ലെന്നും എമർജൻസി നടന്ന് ഡെയിൻ അടക്കമുള്ള എല്ലാ മനുഷ്യരും ഭൂമി പൊട്ടിത്തെറിച്ച് മരിക്കുമെന്നും. അപ്പൊ അതിനു മുന്നേ ഡെയിൻ ആരെങ്കിലും കാണാനോ സംസാരിക്കാനോ സമാധാനത്തിലാവാനോ ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സെർസി അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ ഈ ടൈമട്ടിന്റെ കാര്യമോ എമർജൻസിന്റെ കാര്യമോ ഒന്നും അവൾ ഡെയിനോട് പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിനെ പാവത്തിനെ പേടിപ്പിക്കുന്നത്. എന്തായാലും സിഗ്നൽ പോകാൻ തുടങ്ങിയപ്പോൾ സെർസി ഡെയിനോട് ഇത് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ഇക്കാരിസ് വിചാരിക്കുന്നത് അവര് ബ്രേക്കപ്പ് ആയെന്നാണ്. എന്താ സെർസി, നിങ്ങൾ ബ്രേക്കപ്പ് ആയോ? ഇതിപ്പോ ഡെയിന് വിഷമമായോ? ഈ ഭൂമി പൊട്ടിത്തെറിക്കാൻ പോകുമ്പോഴും ഒരു ചാൻസ് കിട്ടുമ്പോൾ ഗോൾ അടിക്കാൻ നോക്കുവാണ് ഇക്കാരിസ്. എന്തായാലും അത് അങ്ങനെയല്ലാന്ന് സെർസി പറയുന്നുണ്ട്. സെർസി, എനിക്ക് നിന്നെ പറ്റി ഓർത്ത് പേടിയുണ്ട്. നീ ഈ എമർജൻസി തടയാൻ പോവാന്ന് അരിഷ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എന്ത് ചെയ്യുന്ന ഓർത്താണ് എന്റെ പേടി. അരിഷത്തിന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ മാത്രം ഞാൻ പവർഫുൾ അല്ല. നമ്മളെ നിർമ്മിച്ച ആളാണ് അരിഷം. നമ്മളാരും അവന്റെ അത്ര ശക്തരല്ല. എനിക്ക് പേടിയില്ലേ കാരിസ്. ഒരു കൂട്ടം പാവപ്പെട്ട മനുഷ്യരെ ബലി കൊടുക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഈ രീതി നിർത്തണം. ഇങ്ങനെ കുറെ പേര് ബലി കൊടുത്ത് ഒരു സെലസ്റ്റിയൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിന് മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അത് അരിഷം തന്നെ ചെയ്യണം. നീ എന്നെ പറ്റി ഓർത്ത് പേടിക്കേണ്ട. കുറെ നാളായിട്ട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. നീ എന്തിനാ എന്നെ വിട്ടു പോയത്? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നീ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന്. അതോ ഇനി നിനക്ക് വല്ലതും പറ്റിയോന്ന് ഓർത്ത് ഞാൻ പേടിച്ചു. ഒരുപാട് പേടിച്ചു. ഞാൻ മാസങ്ങളോളം കാത്തിരുന്നു. പിന്നെ അത് വർഷങ്ങളായി. പക്ഷെ നീ ഒരിക്കലും തിരിച്ചു വന്നില്ല. സെർസി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എനിക്ക് നിന്നെ വിട്ടു പോകണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോയതിനൊരു കാരണമുണ്ട്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് സെർസി. അങ്ങനെ പറഞ്ഞ് ഇക്കാരിസ് എന്തോ പറയാൻ വരുമ്പോഴേക്കും പെട്ടെന്ന് എവിടുന്നോ ഒരു ഡീവിയന്റ് പറന്നു വന്ന് ഇക്കാരിസിനെ എടുത്തുകൊണ്ട് പോവാണ്. പെട്ടെന്ന് സെർസിയുടെ മേലേക്കും വേറൊരു ഡീവിയൻ ചാടി വീഴുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവിടെ കിങ്ങോ ഉണ്ടായിരുന്നു. അവൻ കയ്യിൽ നിന്ന് ബ്ലാസ്റ്റ് ചെയ്ത് ആ ഡീവിയന്റിനെ തെറിപ്പിക്കുന്നു. അപ്പൊ ഇറ്റേണൽസ് എവിടെയുണ്ടെന്ന് അറിഞ്ഞ് ഡീവിയൻസ് എല്ലാവരും ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. എന്തായാലും കിങ്ങോ എങ്ങനെ ചെയ്തത് അപ്പുറത്ത് നിന്ന് കരുൺ പട്ടേൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇയാളുടെ ഇനി എത്ര ക്യാമറ ഉണ്ടാവും? കിങ്ങോ തൽക്കാലം ഇത് എടുക്കാതെ പോയി ഒളിക്കാൻ പറയുന്നു. ഡോക്യുമെന്ററിയിൽ കുറച്ച് ആക്ഷൻ സീൻസും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കരുൺ ഇങ്ങനെ ചെയ്യുന്നത്. കിങ്ങോ പറഞ്ഞതനുസരിച്ച് സ്പ്രൈറ്റ് പെട്ടെന്ന് കരുണിനെ അവിടുന്ന് മാറ്റുന്നുണ്ട്. ആ ക്യാമറയും സ്പ്രൈറ്റ് അടിച്ച് പൊട്ടിച്ചു എന്നാ തോന്നുന്നത്. ഇവിടേക്ക് വന്ന ഡീവിയൻസ് പാവപ്പെട്ട മനുഷ്യരെയും പിടിച്ച് തിന്നുന്നുണ്ട്. ചില ഡീവിയൻസ് അവരുടെ ശക്തമായ വാലുകൾ വെച്ച് വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യരെ പിടിക്കാൻ വേണ്ടി വീട് പൊളിക്കുന്നുണ്ട്. അവിടുന്നോടി ആളുകളെയൊക്കെ സെർസി സേഫ് ആയിട്ട് വേറൊരു വീടിന്റെ ഉള്ളിലേക്ക് കയറ്റി എന്നിട്ട് വാതിലടച്ച് അവൾ ആ വീടിനെ ഡീവിയൻസിനെ പൊളിക്കാൻ പറ്റാത്ത പോലെ ഇരുമ്പുകൊണ്ടുള്ളതാക്കി മാറ്റാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു ഡീവിയന്റ് വന്ന് സെർസിയെ അടിച്ച് തെറിപ്പിക്കുവാണ്. ഈ സമയത്ത് ഇക്കാരിസ് ആണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുപോയ ഡീവിയന്റിനെ ലേസർ വിട്ട് കൊന്നുകൊണ്ടിരിക്കുക. അകലെ നിന്നുള്ള ശബ്ദങ്ങൾ അണ്ണനും തീനയും കേൾക്കുന്നുണ്ട്. അവര് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നു. ഡീവിയൻസിന്റെ പവർ കഴിഞ്ഞ തവണ ഇവർ കണ്ടതിനേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇക്കാരിസ് ലേസർ വിട്ട് ഒരെണ്ണത്തിനെ കൊല്ലാറാക്കിയെങ്കിലും ആ ഡീവിയന്റെ ശരീരത്തിലുള്ള സ്പെഷ്യൽ വയറുകൾ വെച്ച് അത് ഇക്കാരിസിനെ കുത്തുവാണ്. എന്നിട്ട് അവന്റെ ശക്തി വലിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഭാഗ്യത്തിന് ഗിൽഗമേഷ് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഒറ്റയടിക്ക് അതിനെ തെറിപ്പിച്ചു കളഞ്ഞു. അത് ഗിൽഗമേഷിനെ ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നേർക്ക് നേർ നിൽക്കുമ്പോൾ അണ്ണനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഈ സമയത്ത് ഇക്കാരിസ് എഴുന്നേറ്റ് തീനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ഇതിലൊരു ഡീവിയന്റ് മാത്രം മറ്റുള്ളതിനേക്കാളൊക്കെ ശക്തനാണെന്ന് തനിക്ക് മനസ്സിലായ കാര്യം പറയുന്നു. പക്ഷെ തീന ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ കറക്റ്റ് സമയത്ത് തീനയ്ക്ക് മാഡ് വയറി സംഭവിക്കാൻ പോവാണ്. ഇക്കാരിസിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ സമയം കിട്ടിയുള്ള അവൾക്ക് മാഡ് വയറി ആവാൻ. ഇങ്ങനെയാണ് അവൻ വിചാരിക്കുന്നത്. അവൾ നേരെ ഇക്കാരിസിനെ ആക്രമിക്കാൻ തുടങ്ങി. അവൻ തടയാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് തണ്ണനാണെങ്കിൽ ഒറ്റയടിക്ക് ആ ഡീവിയന്റെ താടിയില് രണ്ട് സൈഡിലേക്ക് ആക്കി കളഞ്ഞു. പക്ഷെ അതിന് പെട്ടെന്ന് ഹീലാവാനുള്ള കഴിവ് കിട്ടിയല്ലോ. അതുകൊണ്ട് അത് പെട്ടെന്ന് ഹീലാക്കുന്നു. ഇക്കാരിസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തീനയെ അണ്ണൻ വന്ന് തടയുന്നുണ്ട്. അണ്ണൻ ഇത് കുറെ നാളായിട്ട് ചെയ്ത് പരിചയമായല്ലോ. ഈ സമയത്ത് ഡ്രൂ അവന്റെ കൂടെയുള്ള മനുഷ്യരെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ട് ഡീവിയൻസിനെ വെടിവെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡീവിയനെ വെടിവെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അത് വാല് വെച്ച് ഓരോ മനുഷ്യരായിട്ട് അടിച്ച് പറത്തുന്നുണ്ട്. ഡ്രൂ വെറുതെ നിൽക്കുന്നില്ല. അവനും തോക്കെടുത്ത് വെടിവെക്കുന്നുണ്ട്. ഈ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി സെർസി ഒരു കാര്യം ചെയ്യുന്നു. അവൾ അവിടെയുള്ള വലിയൊരു മരത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗം വെള്ളമാക്കി കളയുവാണ്. അങ്ങനെ വെള്ളമാക്കിയതോടെ മരം കട്ട് ചെയ്തതുപോലെയായി. എന്നിട്ട് വീഴാൻ പോകുന്ന മരത്തിനെ അവൾ ഇരുമ്പ് കൊണ്ടുള്ളതാക്കി മാറ്റുന്നു. ഇപ്പൊ ആ മരം നേരെ വീഴുന്നത് ഡ്രൂ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡീവിയന്റെ മേലേക്കാണ്. മാറിക്കോളം പറയുമ്പോൾ ഡ്രൂ പെട്ടെന്ന് ചാടി മാറി ഈ മരം നേരെ വന്ന് ആ ഡീവിയന്റെ മേലെ വീണു. അങ്ങനെ അത് കുറച്ചു നേരം അനങ്ങാൻ പറ്റാത്ത പോലെ കിടക്കുന്നുണ്ട്. എന്നാലും സെർസി വന്ന് പാവപ്പെട്ട മനുഷ്യരെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഫൈറ്റിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് ഡ്രൂവിനോട് പറയുന്നു. അപ്പൊ അവനും അത് ശരിയാന്ന് തോന്നി. അതുകൊണ്ട് അവൻ മൈൻഡ് കൺട്രോൾ നിർത്തി എല്ലാവരോടും ദൂരേക്കോടി രക്ഷപ്പെട്ടോളം പറയുന്നു. അങ്ങനെ മനുഷ്യർ പോയി.
പോയി. ഇപ്പൊ മരത്തിന്റെ അടിപ്പെട്ട ആ ഡീവിയന്റ് വീണ്ടും ഒരു പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇക്കാരിസ് ചുറ്റും വേറെ ഡീവിയൻസ് വരുന്നുണ്ടോ എന്ന് നോക്കി നമ്മളുടെ അണ്ണൻ തീനയുടെ കൈ പിടിച്ച് അവളുടെ മൈൻഡ് സാധാരണ പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണൻ തീനയോട് ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇവിടെ തന്നെ അനങ്ങാതെ നിന്നാൽ മതി എന്ന് പറയുന്നു. തീന അത് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അണ്ണൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ പോയി. ഇക്കാരിസിനോടാണ് ഇവിടെ നിൽക്കേണ്ടെന്നും ബാക്കിയുള്ള എറ്റേണൽസിന് പോയി സഹായിക്കാനും പറയുന്നു. അതുകൊണ്ട് ഇക്കാരിസ് അങ്ങോട്ട് പോയി തന്നെ ആക്രമിക്കാൻ വരുന്ന ഡീവിയന്റിന് അണ്ണൻ കണക്കിന് കൊടുക്കുന്നു. ഈ സമയത്ത് കിങ്ങോയുടെ ചെറിയ ബ്ലാസ്റ്റുകൾ കൊണ്ട് ഡീവിയന്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കിങ്ങോയ്ക്ക് ഒരു വലിയ എനർജി ബോൾ ഉണ്ടാക്കണം. അത് വെച്ച് അറ്റാക്ക് ചെയ്താൽ മിക്കവാറും ഡീവിയന്റ് തോക്കും. അതുകൊണ്ട് കിങ്ങോ സ്പ്രൈറ്റിനോട് കുറച്ചു നേരം ആ ഡീവിയന്റെ ശ്രദ്ധ തെറ്റിക്കാൻ പറയുന്നു. സ്പ്രൈറ്റ് അവളുടെ സ്പെഷ്യൽ കത്തിയെടുത്ത് ആ ഡീവിയന്റിനെ വന്ന് കുത്തുന്നുണ്ട്. പക്ഷെ അധിക നേരമൊന്നും അവൾക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ കിങ്ങോ ആ സമയം കൊണ്ട് ഒരു വലിയ എനർജി ബോൾ അവന്റെ കയ്യിലുണ്ടാക്കുവാണ്. എന്നിട്ട് സമയം എന്ന് പറയുമ്പോൾ സ്പ്രൈറ്റ് പെട്ടെന്ന് ചാടിപ്പോയി ഇൻവിസിബിൾ ആയി. അങ്ങനെ ആ ഡീവിയന്റ് കിങ്ങോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. അപ്പൊ തന്നെ കിങ്ങോ അതിന്റെ അടിയിൽക്കൂടെ പോയി നിന്ന് നേരെ തലയിലേക്ക് ഈ ബോൾ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഡീവിയന്റെ തല ചെതറിപ്പോയ പിന്നെ ഹീൽ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ അത്ര നടക്കുന്ന കാര്യമല്ലല്ലോ. ഈ സമയത്ത് ഇക്കാരിസ് പറക്കുന്ന ഡീവിയന്റിനെ പിന്നാലെ ചെന്ന് ലേസർ വിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അത് നേരെ കയറി ചെന്ന് അവിടെ നിൽക്കുന്ന ഡ്രൂവിനെയും സെർസിയെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഇക്കാരിസ് വന്ന് ഡീവിയന്റെ മുഖത്ത് കയറി പിടിച്ചു. എന്നിട്ട് അതിന്റെ അണ്ണാക്കിലേക്ക് ലേസർ വിടാൻ തുടങ്ങി. ആ ഡീവിയനെ നിലത്തിടുന്നുണ്ടെങ്കിലും അത് ചാവുന്നതിന് മുന്നേ വാലുകൊണ്ട് ഇക്കാരിസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഭാഗ്യത്തിന് ഇക്കാരിസ് ജസ്റ്റിന് രക്ഷപ്പെട്ടു. ഈ സമയത്ത് കിങ്ങോയുടെ സ്പ്രൈറ്റിന്റെ അടുത്തേക്ക് വേറെ ഡീവിയന്റ് വന്നുകൊണ്ടിരിക്കുക. കിങ്ങോ സ്പ്രൈറ്റിനോട് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോളം പറയുന്നു. പക്ഷെ കിങ്ങോയെ വിട്ടു പോകാൻ സ്പ്രൈറ്റ് തയ്യാറല്ല. അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇല്യൂഷൻസ് വെച്ച് അവിടെ മുഴുവൻ മരങ്ങളാക്കുവാണ്. ഡീവിയന്റിന് അവരെ കാണാൻ പറ്റാത്ത പോലെ. പക്ഷെ ഡീവിയന്റ് എന്തായാലും നേരെ മുന്നോട്ട് ചാടി വന്നു. ഭാഗ്യത്തിനപ്പോഴേക്കും ഇക്കാരിസ് വന്ന് അതിനെ ലേസർ വിട്ട് തെറിപ്പിക്കുന്നു. ഇക്കാരിസും അവിടെ ഒരു വീട്ടിലേക്ക് പോയി വീഴുന്നുണ്ട്. പക്ഷെ അവൻ എണിക്കുന്നതിന് മുന്നേ തന്നെ ഡീവിയന്റ് വന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ പലവട്ടം ലേസർ വിടാനും അതിന്റെ നേരെ തിരിയാനും നോക്കുന്നുണ്ടെങ്കിലും ഡീവിയന്റ് അതിന് സമ്മതിക്കുന്നില്ല. ആ ഡീവിയൻ വളരെ ശക്തനായി കഴിഞ്ഞു. അത് ഇക്കാരിസിനെ താഴെ തടഞ്ഞു വെക്കുവാണ്. ഇത് കാണുന്ന സെർസി പെട്ടെന്ന് അവിടെയുള്ള ഒരു മരക്കൊമ്പിനെ ഇരുമ്പാക്കി മാറ്റി. എന്നിട്ട് ആ ഡീവിയനെ കുത്തുവാണ്. അപ്പോൾ നേരെ സെർസിയുടെ നേരെ തിരിഞ്ഞു. ആ ഡീവിയൻ സെർസിയെ തള്ളിയതും സെർസി പോയി അവിടെയുള്ള വെള്ളത്തിലേക്ക് വീഴുന്നു. കൂടെ ഡീവിയനും ചാടി വരുന്നുണ്ട്. പക്ഷെ ഡീവിയൻ സെർസിയെ കടിക്കാൻ പോയപ്പോഴേക്കും അവൾ ഡീവിയന്റെ മുഖത്ത് കയറി പിടിക്കുന്നു. പെട്ടെന്ന് എന്തോ സംഭവിച്ചു. ആ വെള്ളം അവിടെയാകെ ചെതറി തെറിച്ചു. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ആ വെള്ളത്തിലുള്ളത് ഒരു വലിയ മരമാണ്. കുറെ ചില്ലകളുള്ള ഉണങ്ങിയ ഒരു മരം. ഇത് കണ്ട് ഇക്കാരിസും ഡ്രൂവും സ്പ്രൈറ്റും എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സെർസി അറിയാതെ പെട്ടെന്ന് ആ ഡീവിയന്റിനെ ഒരു മരമാക്കി മാറ്റി. ഇത്രയും നാൾ സെർസി ജീവനില്ലാത്ത സാധനങ്ങളെയാണ് രൂപം മാറ്റാറുള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് ജീവനുള്ള ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു ഡീവിയന്റിനെ സെർസി ഇങ്ങനെ മാറ്റുന്നത്. സെർസി പോലെ അത്ഭുതപ്പെട്ടു പോയി. അവൾക്ക് ഇങ്ങനെ ഒരു കഴിവുള്ള കാര്യം ഇത്രയും നാൾ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇക്കാര്യം സോടി വന്ന് സെർസിയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് നീ ഇതെങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ സെർസിക്ക് ഉത്തരവില്ല. ഈ സമയത്ത് അണ്ണൻ ആ വളരെ ശക്തിയുള്ള ഡീവിയന്റിനെ നേരിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ തീനയുടെ മാഡ് വയറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മനസ്സിന്റെ താളം കൂടുതൽ തെറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അണ്ണന് തീനയുടെ കാര്യത്തിൽ പേടി തോന്നി. അണ്ണൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. പക്ഷെ എന്തോ ഉണ്ടായെന്ന് വെച്ചാൽ അണ്ണന്റെ അടികൊണ്ട് വീണ് കിടക്കുന്ന ഡീവിയന്റ് നേരെ അങ്ങോട്ട് ഓടി വന്ന് അണ്ണനെ പിന്നീന്ന് ആക്രമിക്കുവാണ്. ഡീവിയന്റ് അണ്ണനെ പിന്നീന്ന് കുത്തി ഒരു വട്ടമല്ല, അതിന്റെ ശരീരത്തിലുള്ള വയറുകൾ വെച്ച് 5-6 വട്ടം അത് അണ്ണന്റെ മേൽ കുത്തി. എന്നിട്ട് കടിക്കുകയും ചെയ്തു. അതോടെ അണ്ണന് അനങ്ങാൻ പറ്റാതെയായി. തീനയ്ക്കും മാഡ് വയർ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അണ്ണൻ അതിനെ ഇടിക്കുന്നുണ്ട്. പക്ഷെ ഓരോ സെക്കൻഡിലും അത് ആ വയറുകൾ വെച്ച് അണ്ണന്റെ ശക്തി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശക്തി കുറയാൻ തുടങ്ങിയതോടെ അണ്ണന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഗിൽഗമേഷിന്റെ എല്ലാ ശക്തിയും ആ ഡീവിയന്റ് വലിച്ചെടുക്കുന്നു. ഈ സമയത്ത് തീന അണ്ണനെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശക്തിയൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോ ഡീവിയന്റ് അണ്ണനെ താഴേക്കിടുന്നു. തീന ഓടിച്ചെന്ന് ഗിൽഗമേഷിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഗിൽഗമേഷിന്റെ സൂപ്പർ പവറുകളും ജീവശക്തിയും ഒക്കെ ആ ഡീവിയൻ വലിച്ചെടുത്തു. അതോടെ ഡീവിയന്റിന് കൂടുതൽ പരിണാമം സംഭവിക്കുന്നു. രൂപമാറ്റം സംഭവിക്കുന്നു. അതിന്റെ കൈകൾ മനുഷ്യരുടേതുപോലെ 5 വിരലുള്ളതായി മാറി. അതിനിപ്പോ നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല സംസാരിക്കാനും പറ്റുന്നുണ്ട്. കാരണം അജാക്കിന്റെ ശക്തിയും ഈ ഡീവിയന്റ് ആയിരിക്കും നേരത്തെ വലിച്ചെടുത്തത്. ഇപ്പൊ അണ്ണന്റെ ശക്തിയും. അങ്ങനെ 2 ശക്തിയും കിട്ടിയപ്പോ ഡീവിയന്റിന് ഒരുപാട് പരിണാമം സംഭവിച്ചു. അത് വീണ്ടും വളരെ ശക്തനായി. അത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ലീഡറായ അജാക്കിനെ കൊന്നു കഴിഞ്ഞപ്പോ, അവളുടെ ശക്തികൾ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോ എനിക്ക് അവളുടെ ഓർമ്മകളും കിട്ടി. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് അരിഷം എന്തൊക്കെയാ ചെയ്തതെന്ന്. ഒരുപാട് ഗ്രഹങ്ങളെ പുതിയ സെലസ്റ്റിൽ ഉണ്ടാവാൻ വേണ്ടി അരിഷം നശിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അരിഷം ഞങ്ങളെയും നിങ്ങളെയും യൂസ് ചെയ്യുകയായിരുന്നു, ഉപയോഗിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളെ ഓരോ എമർജൻസിന്റെ സമയത്തും ആ ഗ്രഹങ്ങളുടെ കൂടെ മരിക്കാൻ വിടുമായിരുന്നു. ഞങ്ങൾ അയച്ചത് മരിഷം, അത് കഴിഞ്ഞ് നിങ്ങളെ അയച്ചത് മരിഷം. ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? ഞങ്ങൾക്കിവിടെ നിലനിൽക്കണമായിരുന്നു. വലിയ ജീവികളെ കൊന്നില്ലാതാക്കാനാണ് അരിഷം ഞങ്ങളെ വിട്ടത്. അത് ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിലനിൽക്കാൻ മനുഷ്യരെയും തിന്നേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങളെ കൊന്നൊടുക്കാൻ നിങ്ങൾ ഇറ്റേണൽസിനെ വിട്ടു. നിങ്ങൾ രക്ഷകരല്ല, നിങ്ങളും കൊലയാളികളാണ്. ഞങ്ങൾ ഡീവിയൻസിന്റെ കൂട്ടത്തിനോട് നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇങ്ങനെ പറഞ്ഞ് ആ ഡീവിയൻ തീനയുടെ നേരെ വരുമ്പോഴേക്കും ഇക്കാരിസ് അങ്ങോട്ട് വന്നതിന് ലേസർ വിട്ട് തെറിപ്പിക്കുന്നുണ്ട്. ഇറ്റേണൽസിന്റെ എണ്ണം കൂടിയപ്പോ ആ ഡീവിയന്റ് അവിടെ നിന്ന് ഓടിപ്പോയി. ഗിൽഗമേഷ് താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇക്കാരിസ് അങ്ങോട്ട് വരുന്നു. അണ്ണനിപ്പോ ഒട്ടും തന്നെ വയ്യാതെ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹം അവസാനമായിട്ട് തീനയോട് ഇങ്ങനെയാണ് പറയുന്നത്: തീന, ഒരിക്കലും നീ ഓർമ്മകളെ കൈവിട്ട് കളയരുത്. അങ്ങനെ പറയുന്നതോടെ ഗിൽഗമേഷ് അവിടെ മരിക്കുവാണ്. അജാക്ക് മരിച്ചപ്പോ തൊലിയുടെ നിറം ഗ്രേ കളർ ആയതുപോലെ ഗിൽഗമേഷിന്റെ നിറവും ഗ്രേ ആയി മാറുവാണ്. അങ്ങനെ നമ്മളുടെ അണ്ണൻ മരിച്ചിരിക്കുന്നു. ഇത് കണ്ട് തീനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവൾ അവിടെ
അവിടെ ഇരുന്ന് ഭയങ്കര ശബ്ദത്തിൽ കരയുന്നുണ്ട്. കാരണം ഇത്രയും നാൾ അവളെ നോക്കിയതും അവൾക്ക് വിശ്വാസം കൊടുത്തതും അവളുടെ കൂടെ നിന്നതും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളതും ഒക്കെ ഗിൽഗമേഷ് ആണ്. ആ കൂട്ടുകാരനാണ് മരിച്ചിരിക്കുന്നത്. തീന അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇക്കാരിസിന് വിഷമമുണ്ട്. തീന ഗിൽഗമേഷിനോട് ഞാനൊന്നും ഒരിക്കലും മറക്കില്ലെന്ന് പറയുന്നു. ബാക്കിയുള്ള ഇറ്റേണൽസും അങ്ങോട്ട് വന്നു. ഗിൽഗമേഷ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അവന്റെ മരണം എല്ലാവരെയും ഭയങ്കര സങ്കടത്തിലാക്കി. എന്നെയോ അതെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ അണ്ണനുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പക്ഷെ പടത്തിന്റെ പകുതിക്ക് വെച്ച് തന്നെ അണ്ണനെ കൊന്നുകളയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെന്തായാലും വല്ലാത്തൊരു ചതിയായി പോയി മാറുവൻ. എന്തായാലും സിനിമ നല്ല ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പാർട്ടി കാണാം. അതായിരിക്കും ലാസ്റ്റ് പാർട്ട്. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്. Remember,